Good evening, everybody. Good evening. Good evening, sir. Good evening. Good evening. Good evening, അപ്പൊ sir. ഇന്നത്തെ സെഷൻ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏറ്റവും മനോഹരമായ ഒരു സെഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം ശാന്തി സദനം സ്കൂളില് വിസിറ്റ് ഒക്കെ ചെയ്ത് തിരിച്ചു വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങളുള്ളിൽ അവിടുത്തെ ഒരുപാട് കുട്ടികളെ ഒരു ഡീറ്റെയിൽസ് മനസ്സിലുണ്ടായിരിക്കും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇൻഡയറക്ട്ലി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നിങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു തിയറട്ടിക്കൽ ബേസ് ചെയ്ത കാര്യങ്ങൾ ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ പറയാനും കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. സർ വളരെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്കുന്ന നല്ലൊരു മെന്റർ, നല്ലൊരു ഡോക്ടർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടുമാണ് നമ്മുടെ ക്ലാസ് എടുത്തത് എന്നുള്ളതാണ് ഡോക്ടർ നൈമനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ എനിക്ക് 100% ഇതിന് മുമ്പത്തെ ബാച്ചിലെ കുട്ടികളും അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ അതേ ഫാക്കൽറ്റി തന്നെയാണ്, ഡോക്ടർ നൈമ എത്തി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ I would like to welcome Dr. Naima for the session and for the presentation. Naima, welcome. Thank you, sir. ഞാൻ നിങ്ങളെ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ക്ലിക്ക് ചെയ്ത് അവരെ മ്യൂട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ടോപ്പിക് പ്രസന്റ് ചെയ്യുമ്പോൾ PPTയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസന്റേഷൻസിന് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. Okay. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ, നമുക്ക് തുടങ്ങാല്ലേ ക്ലാസ്. ഇന്ന് എടുക്കുന്ന ടോപ്പിക്കേ ഓട്ടിസം ആണ്. ഓട്ടിസം എന്നല്ല, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ് എടുക്കുന്നത്. എന്താ തമ്മിൽ വ്യത്യാസം അറിയോ? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഓട്ടിസം എന്താ വ്യത്യാസം? അറിയാമോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓട്ടിസം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന്റെ മുന്നേ കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു അല്ലെ, വിസിറ്റ് ഒക്കെ കഴിഞ്ഞു വന്നു, കുറെ ഓട്ടിസം കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ആരെങ്കിലും ഇപ്പൊ ഇരിക്കുന്ന 11 പേരില് ആരെങ്കിലും ഓട്ടിസ്റ്റിക് ചൈൽഡിന്റെ മദർ ആയിട്ടുള്ളവരോ ഫാദർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഓട്ടിസം ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഓട്ടിസ്റ്റിക് ചൈൽഡിനെ അടുത്തറിയാവുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആളെനിക്കറിയാലോ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് ടോപ്പിക് ഒരുപാടൊന്നും ഇല്ല ഓട്ടിസം സ്പെക്ട്രം, പക്ഷെ നമുക്കിതൊരു നല്ല ടോപ്പിക്കാണ്. നമുക്ക് LD പഠിക്കുമ്പോൾ കാര്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. 2 ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതിന്റെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് അതിന്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് അല്ലേ, നമ്മൾ അതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ കണ്ട് അതിന്റെ സിംറ്റം വെച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട സിംറ്റം ആണ്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഓട്ടിസം വരുന്നു, അതെങ്ങനെ നമ്മൾ ഒരു ഡയഗ്നോസ് ചെയ്യാൻ എന്തൊക്കെയാ അതിന്റെ ക്രൈറ്റീരിയാസ്, അങ്ങനെ കുറെ ടോപ്പിക്കുകളാണ്. ടൂളുകൾ, എന്തൊക്കെ ടൂളുകളാണ്, പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇതിലുള്ള ടോപ്പിക് വൈസ് ഉള്ളത്. നമുക്കൊരു ജനറൽ ആയിട്ട് എന്താണ് ഓട്ടിസം സ്പെക്ട്രം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ, എങ്ങനെ ഒരു കുട്ടിയെ ഓട്ടിസ്റ്റിക് ചൈൽഡിനെ കണ്ടാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും. ഇനി കൂടുതൽ നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടികളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഓട്ടിസം ആ കുട്ടിക്ക് ഓട്ടിസം മാത്രമാവില്ല ചിലപ്പോൾ ഉള്ളത്,
അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വേറെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാം. MRും CP അങ്ങനെയൊക്കെ കുറെ അസുഖങ്ങൾ കയറി വരാം. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓട്ടിസം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മൊത്തത്തിൽ, ഇന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരെങ്കിലും കുട്ടികളിൽ ചെറിയ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്ന തരത്തിൽ നമുക്കത് മനസ്സിലാക്കിയിരിക്കണം ഓട്ടിസം എന്താന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ഫീൽഡ് വിസിറ്റ് പോയത് കൊണ്ട് തന്നെ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇപ്പൊ പല റീൽസിലും അല്ലെ കുറെയൊക്കെ നമുക്ക് അറിയാം. അടുത്ത് ഇടപഴകിയിട്ടില്ലെങ്കിൽ പോലും ഓട്ടിസ്റ്റിക് ചൈൽഡ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം. പക്ഷേ നമുക്ക് ഓരോരോ സിംറ്റം വൈസ് നമുക്ക് ഇന്ന് സിംറ്റംസ് കവർ ചെയ്യാം കേട്ടോ. കൂടുതലുള്ള ടോപ്പിക് സിംറ്റംസ് തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ICDയും DSM എടുത്തോ? കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞവർക്ക് അറിയായിരിക്കും ഏകദേശം. മറ്റവർക്ക് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ടോ? LDക്ക് ഈ ബാച്ചിന് എടുത്തോ? ICD എന്താണ്, DSM എന്താണെന്ന്? ഇല്ല. ഓക്കെ, അപ്പൊ പറയാം. ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ICD നമ്മുടെ എല്ലാ ഡിസീസസിനും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ICD എന്നുള്ള ഒരു മാനുവൽ വേണമല്ലോ അല്ലെ. നമ്മുടെ കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ക്രോഡീകരിച്ച് വെക്കാൻ ഒരു മാനുവൽ വേണം. അപ്പൊ ICDയിലാണ് നമ്മൾ, ICD എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ DSM എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, അതാണ് DSM. അപ്പൊ ഈ DSM എന്നുള്ള മെന്റൽ ഡിസീസിനെ ക്ലാസിഫൈ ചെയ്തതാണ് DSM. അപ്പൊ ഈ DSM അനുസരിച്ച് നോക്കുമ്പോൾ എന്താന്ന്, ഈ ഓരോരോ ഇന്ന വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിങ്ങനെ എന്താണ് മൊഡ്യൂൾ, അതൊക്കെ ഒന്ന് പല എന്താണ് ഓരോ പഠിത്തങ്ങളിലെ സ്റ്റഡീസ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഓരോരോ ക്ലാസിഫിക്കേഷൻ അതിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തും. അപ്പൊ ഈ DSM 4 നിന്നും DSM 5 മാറ്റിയപ്പോൾ എന്താണ്, അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. നമ്മുടെ ഈ മെന്റൽ ഡിസീസിൽ ഈ ഓട്ടിസം ആയി ബന്ധപ്പെട്ട കുറച്ച് അസുഖങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. DSM 4 ഉണ്ടായിരുന്നത് കുറേ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ്, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ, റീഡ്സ് ഡിസോർഡർ, പിന്നെ എന്താണ് ചൈൽഡ്ഹുഡ് ഇന്റഗ്രേറ്റീവ് ഡിസോർഡർ, ചൈൽഡ്ഹുഡ് ഓട്ടിസം, ഇങ്ങനെയൊക്കെ കുറേ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു DSM 4. അപ്പൊ അതൊക്കെ ഈ പേരുകൾ ജസ്റ്റ് ഞാൻ ഇതില് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ പേരുകൾ ജസ്റ്റ് ഞാനത് പറയാം. മിക്കവാറും അത് അടുത്ത ക്ലാസ്സിലായിരിക്കും വരിക. ഞാൻ അതിന്റെ ബേസിക്സ് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജസ്റ്റ് പറയണുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ഡിസോർഡേഴ്സ് ആയിരുന്നു DSM 4 ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് DSM 5 മാറിയപ്പോൾ എന്തുണ്ടായി, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള പേരിലാക്കി. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ASD ആണ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. അപ്പോ ഇതിനെന്തുകൊണ്ടാ സ്പെക്ട്രം എന്ന് വിളിക്കണെന്ന് ചോദിച്ചാല്, ഇതൊരു സ്പെക്ട്രം പോലെയാണ്. നമ്മളൊരു പെയിന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ സ്പെക്ട്രം കൊണ്ടുവരും അല്ലെ. ആ കളർ സ്പെക്ട്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കളർ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ എന്നുള്ള കളർ സെലക്ട് ചെയ്താൽ ആ ബ്ലൂവിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും അല്ലെ. ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ, നേവി ബ്ലൂ, കുറെ വേരിയേഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ കുട്ടികളിൽ എന്താണ് സെലക്ട് ചെയ്താലും, ഓരോ സിംറ്റം സെലക്ട് ചെയ്താലും ഓരോ കുട്ടികളിലും വ്യത്യാസം ഉണ്ടാവും. പല ടൈപ്പ് ആയിരിക്കും, ഒരുപാട് രീതിയിലായിരിക്കും കുട്ടികൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനൊരു സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അപ്പൊ അതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കും. ഇനി നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ PPTയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കിയോളൂ കേട്ടോ. മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? വോയിസ് ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്, വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് കടക്കാം നമുക്ക്. അതില് നോക്കിയ കുറെ സിമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൽ പല സിമ്പിൾസും അല്ലെ. എന്തൊക്കെയാ അത് ഡിനോട്ട് ചെയ്യണേന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞേ.
കുറെ പസിൽസിന്റെ സിമ്പിൾസ് ഉണ്ട്. പസിൽസ് തന്നെ പല രീതിയിലുണ്ട്. റിബൺ ഉണ്ട്, ഒരു ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ട്, അല്ലെ? പസിൽസ് 3 എണ്ണം കിടക്കണ്, ഒരെണ്ണം മാത്രം മാറി നിൽക്കുന്ന ഇങ്ങനത്തെ സിമ്പിൾസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ ഇത് എന്തിന്റെ സിമ്പിളാണിത് അറിയാമോ? ഇതെല്ലാം ഓട്ടിസത്തിന്റെ സിമ്പിൾ ആണ് കേട്ടോ. ഓട്ടിസം എന്നുള്ള ഇപ്പൊ മുന്നേ പറഞ്ഞില്ലേ, ഓരോരോ വേരിയേഷൻസിന്റെ സിമ്പിൾസ് ആയിരുന്നു. ഇത് പല പല കാരണങ്ങൾ കൊണ്ട് ഈ സിമ്പിൾസ് എല്ലാം അവര് ഒഴിവാക്കി. ഞങ്ങള് പസിൽസ്, ഇപ്പൊ ഈ 4 പസിൽസിൽ ഒരെണ്ണം മാത്രം ഡിഫറെന്റ് ആയിരുന്നു, ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളല്ല എന്ന് പറഞ്ഞ് കുറെ അതിന് ക്രിറ്റിസിസം വന്ന് അവസാനം വന്നിരിക്കുന്ന സിമ്പിൾ ആണ് ഈ കാണുന്നത് ഇൻഫിനിറ്റി സിമ്പിൾ. കണ്ടോ? അതും ഇൻഫിനിറ്റി സിമ്പിളിൽ തന്നെ റെയിൻബോ കളർ സിമ്പിൾ ആണ് ഇപ്പോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ സിമ്പിൾ. ഓക്കെ, റെയിൻബോ ഇൻഫിനിറ്റി സിമ്പിൾ. അപ്പോ ബാക്കിയുള്ളൊക്കെ പല പല റീസൺസ് പറഞ്ഞു. അപ്പൊ ഇത് ഈ സിമ്പിള് ഇതാണ് ASTയുടെ സിമ്പിള്, ഇൻഫിനിറ്റി സിമ്പിൾ ആണ്. അത് റെയിൻബോ ഇൻഫിനിറ്റി സിമ്പിൾ ആണെന്നുള്ള മനസ്സിലാക്കുക. ഇനി എന്താ ഓട്ടിസം എന്നുള്ളത്? ഓട്ടിസം ക്യൂറബിൾ ആണോ? ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ ഓട്ടിസം? അറിയാമോ? നിങ്ങൾ ആരും എനിക്ക് കാണില്ല, എനിക്ക് ഈ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടാവില്ല. ആരാ പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാരും ഒന്ന് പറയൂ കേട്ടോ, പറയൂ. അതെ, ക്യൂറബിൾ അല്ല അല്ലെ? ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. ക്യൂറബിൾ അല്ല, പക്ഷെ നമുക്ക് മാനേജബിൾ ആണ്. അവരുടെ സിംറ്റംസ് ഒക്കെ നമുക്ക് പല രീതിയിലും നമുക്ക് മാനേജ് ചെയ്യാം. അവരെ ഈ സൊസൈറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം, അല്ലെ? അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടിസം ഈസ് എ ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കിലൊക്കെ വരും. അപ്പൊ ഇതിന്റെ ഒരു മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൽസിലാണ്, ബോയ്സ് ആയിരിക്കും കൂടുതലും ഓട്ടിസം കാണുന്നത്. അതങ്ങനെയാണ്. ഡോമിനന്റ് എക്സ് ഡോമിനന്റ് ആയതുകൊണ്ട് തന്നെ മെയിൽസിലാണ് കൂടുതലായിട്ട്, ബോയ്സിലാണ് കൂടുതലായിട്ട് ഓട്ടിസം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഇത് കുറച്ച് മുന്നത്തെ ഒരു കണക്കാണ്, 0.8% ഇൻ 10,000 കേസസ്. അത്രത്തോളം ഓട്ടിസം ഇപ്പൊ നമ്മുടെ ഈ കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം ഓട്ടിസത്തിന്റെ കണക്കുകളൊക്കെ കയറി, കൂടുതലായി പോയി. വിർച്വൽ ഓട്ടിസം, അങ്ങനെ കുറെ ഓട്ടിസം വന്നു. അങ്ങനെ അത് കണക്കുകളൊക്കെ കയറി, പെർസെന്റേജ് കയറി പോയിട്ടുണ്ട്. ഓട്ടിസം അവയർനെസ് മന്ത് എന്നറിയപ്പെടുന്നത് ഏപ്രിലാണ്. അതിൽ ഓട്ടിസം അവയർനെസ് ഡേ ഏതാന്ന് അറിയോ? ഏപ്രിൽ മന്ത് ആണ്. ഏപ്രിൽ ഏത് ഡേറ്റ് ആണെന്നറിയോ? ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ഒരു ദിവസമുണ്ട്, അറിയാമോ? ഏപ്രിൽ 2 ആണ് കേട്ടോ ഓട്ടിസം ഡേ എന്ന് പറയുന്നത്. അവയർനെസ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 2 ആണ്. പിന്നെ ഇറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രം ഡിസോർഡർ. വൈ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ ഓരോരോ സിംറ്റംസും ഓരോരോ രീതിയിലാണ് അവര് പ്രസന്റ് ചെയ്യുന്നത്. ഈ DSM-4 പറഞ്ഞില്ലേ, ഇതെല്ലാം കുറെ അടുപ്പിച്ച് ഇങ്ങനെ കണ്ടാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഡിസോർഡേഴ്സ് കുറെ ആയിരുന്നു. പക്ഷെ അതൊക്കെ പല പല ഡിസോർഡേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട്, അതാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തു പോണത്. ഓക്കെ, വാട്ട് ഈസ് ഓട്ടിസം? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ, ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് ജീവിക്കാൻ പ്രയാസമുള്ള, അവരുടെ ഡെവലപ്മെന്റിലൊക്കെ വ്യത്യാസം വരുത്തുന്ന ഒരു ഡിസോർഡർ ആണ് ഓട്ടിസം. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യും, then behavior and social interactions. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി it affects individuals differently and to varying degrees with the range of symptoms, hence called spectrum. എന്തുകൊണ്ടാണ് സ്പെക്ട്രം വിളിക്കുന്നത്? പല ടൈപ്പ് ആളുകളെ പല രീതിയിൽ വിത്ത് എ റേഞ്ച് ഓഫ് സിംറ്റംസ് ആണ്, ആ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കുന്നത്.
സയൻസ് ആൻഡ് സിംറ്റംസ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻസിൽ തന്നെ പറഞ്ഞു എന്താണ് അതിന്റെ കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാവും, സോഷ്യൽ ഇന്ററാക്ഷൻസിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് സിംറ്റംസും പറയുന്നത്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസിൽ വ്യത്യാസം വരുന്ന പല സിംറ്റംസും അവർക്ക് ഉണ്ടാവും. ദെൻ റെസ്ട്രിക്റ്റഡ് ഓർ റെപ്പറ്റേറ്റീവ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സോ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, അതാണ് ഫസ്റ്റ് സിംറ്റം ആയിട്ട് പറയുന്നത്. 3 ക്ലാസിഫിക്കേഷൻ രീതിയിൽ നമുക്ക് പറയാം. കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസും പിന്നെ സോഷ്യൽ ചാലഞ്ചസ് ആൻഡ് റെപ്പറ്റേറ്റീവ് ബിഹേവിയർ, ഇത് 3ആണ് അതിന്റെ സിംറ്റംസ് ആയി പറയുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്. നമ്മുടെ ഒരു കുഞ്ഞ്, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഓരോരോ സമയത്ത് ഇന്ന കാര്യങ്ങൾ ആ കുട്ടി ചെയ്യും എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ട് അല്ലെ. പല മൈൽ സ്റ്റോൺസ്, നിങ്ങൾക്ക് അറിയാവുന്ന മൈൽ സ്റ്റോൺസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത്. എപ്പോഴാണ് കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നത്? ഇത് എത്ര മാസം? 3 months. ഓക്കെ ഓക്കെ. കുഞ്ഞിരിക്കുന്നത് 7, 8. 7, 8. 7 പറയാം. ദെൻ 1 year ആകുമ്പോഴേക്കും, 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് എന്ത് ചെയ്യും? പിടിച്ചു നടക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെ. അതുപോലെ തന്നെ സംസാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 months ആകുമ്പോഴത്തേക്കും കുഞ്ഞ് എന്ത് ചെയ്യും? ഇങ്ങനെ കൂയിങ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. ഇങ്ങനെ ചിരിച്ചില്ലേ കുട്ടികൾ, ഇങ്ങനെ സൗണ്ട് ഒക്കെ നല്ല രസമാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ കഥകളൊക്കെ പറയില്ലേ, ഇങ്ങനെ എടുത്ത് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അവരതിനോട് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അവരിങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ആ സമയത്ത് തുടങ്ങും. പിന്നെ എന്താണ്, ഇതേ നോക്കി അവര് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവര് തിരിഞ്ഞു നോക്കിയിട്ട് ഈവൻ ഓട്ടിസോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി. ഹലോ, ക്ലിയർ ആവണില്ലേ? ബ്രേക്ക് ആയോ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ 1 year 12 months ആകുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യണം? ലാംഗ്വേജിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് പേര് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കില്ല. 1 വയസ്സൊന്നും ആവണ്ട അല്ലേ? ഒരു 6-7 മാസം ആകുമ്പോഴത്തേന് തന്നെ വിളിച്ചാൽ അവര് തിരിഞ്ഞു നോക്കും, റെസ്പോണ്ട് ചെയ്യണ്ട. പക്ഷെ 1 വയസ്സായി കഴിഞ്ഞിട്ടും കുഞ്ഞ് അവരുടെ പേര് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അവര് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നോട്ട് മേക്കിംഗ് ജോയ്ഫുൾ എക്സ്പ്രഷൻസ് ബൈ 6 months. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 2 months ആകുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സൈറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. എന്നാൽ പോലും അവര് നമ്മള് ഈ ഇങ്ങനെ കയ്യിലെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ 6 മാസമായിട്ടും ഒരു ചിരിയോ അല്ലെങ്കിൽ കരച്ചിലോ ആ രീതിയിലുള്ള ഒരു ജോയ്ഫുൾ എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണെങ്കിൽ, നമ്മൾ ചിരിപ്പിക്കുമ്പോൾ ചിരിക്കുന്നില്ലെങ്കിൽ, 6 മാസമൊക്കെ അതിന്റെ ലിമിറ്റ് ആണ്. 6 മാസമായിട്ടും അതിന് പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് നോട്ട് ചെയ്യണം. മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, ശ്രദ്ധിക്കാം. അടുത്തത് നോട്ട് സേയിങ് എനി 2 word phrases by 24 months. 2 വയസ്സായിട്ടും കുഞ്ഞെന്ത് ചെയ്യും? എന്താ, നമ്മളോട് കുഞ്ഞുങ്ങൾ ഒന്നുമില്ലെങ്കിലും സംസാരം, ഈ ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് ഈ ഓട്ടിസത്തിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. പക്ഷെ നമ്മൾ ഇത് നോട്ട് ചെയ്യാന്നുള്ള ആണ് പറയുന്നത്. ഓട്ടിസം മാത്രമല്ല, പല ഇഷ്യൂസ് ഉണ്ടാവും. കുഞ്ഞിങ്ങനെ സംസാരിക്കാൻ വൈകുന്നു അല്ലെ? 2 വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സാധനം അമ്മ അത് തരൂ എന്നൊക്കെല്ലേ, അതൊക്കെ ചോദിക്കില്ലേ? അത് താ എന്നൊക്കെ ചോദിക്കും. അത്ര മതി. അത്ര പോലും കുട്ടി 2 വയസ്സായിട്ട് പറയണില്ല എങ്കില് അതും നമ്മൾ നോട്ട് ചെയ്യണം. സംസാരത്തിന് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മേ ബി ആ കുട്ടിക്ക് ഓട്ടിസം ആയിരിക്കും നമ്മൾക്ക് പറയാൻ പറ്റില്ല. എന്താണ്, വേറെ എന്തൊക്കെ ഇഷ്യൂസ് ആവാം ലാംഗ്വേജിൽ? ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം? സംസാരിക്കുന്നില്ല എന്നുള്ള കാരണം ഒന്ന് അവരുടെ ചെവിയുടെ കേൾവി ശക്തി പരിശോധിക്കണം അല്ലേ? അവർക്ക് സംസാരിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കേൾവി ശക്തി നോക്കണം. അതായിരിക്കാം മേ ബി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, ടങ് ടൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം.
ചില ആളുകളൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ അവര് ഉപ്പയും അവര് പെങ്ങന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, കുറെ വൈകിട്ടാ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കണവര് അങ്ങനെ ഉള്ളവരും ഉണ്ട്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കണം, കാരണം ഈ ഓട്ടിസം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് 3 years കഴിഞ്ഞിട്ട് ഡയഗ്നോസ് ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് അതിന്റെ മുന്നേ തന്നെ 6 മാസം ആകുമ്പോൾ തന്നെ കുട്ടിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് മേ ബി അതാവാം എന്നുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ cannot listen to others speak. വേറെയുള്ള ആളുകൾ ഓരോന്ന് പറയുന്നതും ഒന്നും അവർക്ക് മനസ്സിലാവണില്ല, അവർ അതിനെ ഒബേ ചെയ്യുന്നില്ല, അവർക്ക് അത് കേട്ട പോലെ നിൽക്കുന്ന പോലും ഇല്ല. അങ്ങനത്തെ ഒരു അതായിരിക്കും അവരുടെ ലാംഗ്വേജിലുള്ള ഇഷ്യൂസ് വരുന്നത്. ദെൻ നെവർ ഡെവലപ്പ് സ്പോക്കൺ ലാംഗ്വേജ്. അവരിത് കേൾക്കുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അവരിങ്ങനെ ചിലപ്പം ആക്ഷൻ കാണിക്കേ, ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല അവർക്ക് അത് ആ ഒരു കാര്യം അത് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അത് പറയാൻ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണില്ല. അതാണ് ഉള്ളത് ഇതില്. ഇനി എക്സ്പ്രഷൻസ് ഡോണ്ട് ഓൾവേസ് മാച്ച് വാട്ട് ദേ മീൻ. അവര് എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ ആ പറയുന്നതിനനുസരിച്ച് മേ ബി അവർക്ക് ലാംഗ്വേജ് സ്പീച്ച് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അവര് കാണിക്കുന്ന ആക്ഷൻസിലൂടെയെങ്കിലും നമുക്കത് മനസ്സിലാവണം. പക്ഷെ ചില സമയങ്ങളിൽ ചില കുട്ടികളില് ഓട്ടിസ്റ്റിക് ചൈൽഡ് ആണെങ്കിൽ ആ എക്സ്പ്രഷൻ അവര് എന്താ പറയുന്നത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ആവില്ല. അവര് അതിനോട് ഒട്ടും മാച്ച് ഇല്ലാത്ത എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, ആ രീതിയിലേക്ക് വരാം. ദെൻ യൂസ് ഫ്യൂ ഓർ നോ ജസ്റ്റേഴ്സ്. ജസ്റ്റേഴ്സ് ആംഗ്യഭാഷ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കാണിക്കും, അതല്ലെങ്കിൽ ഒട്ടുമില്ല, അങ്ങനെ ഒന്നുമില്ല. എക്സ്പ്രഷൻസ് ഇല്ല, ജസ്റ്റേഴ്സ് ഇല്ല, ലാംഗ്വേജ് ഇല്ല, സംസാരം ഇതില്ല, ഇതൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് അവരെന്താണ് പറയുന്നത്, അവർക്ക് എന്താ ആവശ്യം എന്നുള്ള അവർക്ക് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അമ്മമാർക്കോ ആരാണെങ്കിലും കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന സിംറ്റംസ് ഇതൊക്കെയാണ്. ലാംഗ്വേജിലുള്ള വ്യത്യാസങ്ങൾ, ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്. അതുപോലെ തന്നെ ഇങ്ങനെ ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അങ്ങോട്ട് മനസ്സിലാവൂല. അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനോടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞു ആക്ഷൻസ് ആണെങ്കിൽ പോലും അവർക്ക് അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വരും. അതാണ് നമുക്ക് ഈ ലാംഗ്വേജിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസിലുള്ള ഫസ്റ്റ് പോയിന്റ്, അതാണ് ലാംഗ്വേജിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്, ദെൻ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ചലഞ്ചസ് എന്തായിരിക്കും അപ്പൊ വരിക? നമുക്കൊരു സ്ഥലത്തെത്തിയ ആ മേ ബി ഇതുണ്ടല്ലോ, നമുക്ക് ഓട്ടിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ഒട്ടും മനസ്സിലാവാത്ത ഒന്നും, ഈവൻ MR പോലെ, ആ MR എന്ന് അറിയില്ലേ, മെന്റൽ റിട്ടാർഡേഷൻ, ആ രീതിയിലുള്ള കുട്ടികളെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ ആണ്. ഓട്ടിസം എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടൊക്കെ ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇനി പറയുന്ന സിംറ്റംസ് ഒക്കെ മേ ബി കുറച്ചിങ്ങ് കഴിഞ്ഞ ആദ്യത്തിൽ ഇപ്പൊ ഈ ലാംഗ്വേജിലൊക്കെ കുറച്ച് വാക്കുകളോ കുറച്ച് അങ്ങനെയൊക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ വരാം. പക്ഷേ ചെറിയ തോതിൽ ഓട്ടിസത്തിന്റെ ട്രേറ്റ്സ് അവർക്ക് ഉണ്ടാവാം. അങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികളെയും കൂടെ ആലോചിച്ച് നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് ഇനി പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ട്രബിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് സോഷ്യൽ ക്യൂസ്. ഇവർക്ക് സോഷ്യൽ ചാലഞ്ചസ്, ഇപ്പൊ ലാംഗ്വേജിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അവർക്ക് എന്താ അതിന്റെ സൊസൈറ്റിയിൽ വരുമ്പോ അവർക്ക് എന്താ അതിന്റെ പ്രശ്നങ്ങൾ വരിക? സൊസൈറ്റിയിൽ എന്തൊക്കെ സോഷ്യൽ ക്യൂസ്, എന്ത് കാര്യങ്ങളുണ്ട് അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ സൊസൈറ്റി അല്ലേ, നമ്മുടെ സൊസൈറ്റിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ഫാമിലി, ഈ കാര്യങ്ങളിലൊന്നും നടക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അതിന് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സോഷ്യൽ ചാലഞ്ച്. നെക്സ്റ്റ് അവോയ്ഡിങ് ഐ കോണ്ടാക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് എന്തായാലും ഇതിൽ നിങ്ങൾ എഴുതണം. ഐ കോണ്ടാക്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഐ കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് നോക്കി സംസാരിക്കുമ്പോൾ കുട്ടി നോക്കുന്നില്ല, വിളിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയുന്നില്ല, അതൊക്കെ പറഞ്ഞെങ്കിലും
കുറച്ചും കൂടെ ഒരു വലിയ കുട്ടിയായി കഴിഞ്ഞാൽ എന്ത് തന്നെ ചോദിച്ചാലും നമ്മളിങ്ങനെ അടുത്ത് മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചാലും കുഞ്ഞ് നേരെ കണ്ണിലോട്ട് നോക്കില്ല, ഐ കോണ്ടാക്ട് കിട്ടത്തേ ഇല്ല. അതാണ് ഒരു പോയിന്റ്. നെക്സ്റ്റ്, ഡസ് നോട്ട് ഷെയർ ഇൻട്രസ്റ്റ് വിത്ത് അതേഴ്സ്. കുഞ്ഞെന്ത് ചെയ്യും? ഒറ്റയ്ക്ക് പോയിരുന്ന് കളിക്കും. പല ഇപ്പം ഡോക്ടേഴ്സിന്റെ അവർക്ക് അറിയാം, പേഷ്യൻസ് അമ്മമാരും എന്ന് പറയും, അവന് അതിലൊന്നും ഇടപെടൂല, അവന് അവന്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പോയി കളിക്കും, വേറെയുള്ള കുട്ടികളോടൊന്നും കമ്പനി അടിക്കൂല എന്നുള്ള പറയും. ഇതൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറുള്ള കുട്ടികൾ അങ്ങനെ കാണിക്കാം, പക്ഷെ അങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് നമുക്ക് ഓട്ടിസ്റ്റിക് ചൈൽഡിനെ എങ്ങനെ തിരിച്ചറിയാന്നല്ല, ടീച്ചേഴ്സ് ആയാലും ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ഐ കോണ്ടാക്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അടുത്തത്, ഡസ് നോട്ട് ഷെയർ ഇൻട്രസ്റ്റ് വിത്ത് അതേഴ്സ്. വേറെയുള്ള കുട്ടികളുമായിട്ട് കളിക്കോ? ഉണ്ടാവില്ല. കാരണം അവർക്ക് എന്താണ്, ഈ കുട്ടികൾ കളിക്കുന്ന ഈ കളിയുടെ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഇവർക്ക് ഈ ടോയ്സ് ഇതൊന്നും വേറെയുള്ളതായിട്ട് ഷെയർ ചെയ്യുന്നു അതൊന്നും വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. ഇവരൊറ്റയ്ക്ക് അവിടെ നിന്ന് അങ്ങ് മാറിയിരിക്കും. ടോയ്സ് കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യും. അവര് എന്തോ ഒരു കളി കളിക്കും. വേറെയുള്ള കുട്ടികളോട് കമ്പനി ഒന്നും അടിക്കാതെ. ദെൻ മേ പ്രിഫർ ടു ബി അലോൺ, പ്ലേ അലോൺ. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടം. കളിക്കും, ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് കളിക്കും. എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും ആ ഒരു പ്രായത്തിലുള്ള മക്കളൊക്കെ ശരിക്കും എല്ലാവരുമായിട്ട് കമ്പനി വിടുന്ന ആളുകൾ, പക്ഷെ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഒന്ന് മാറിയിരിക്കും. ദെൻ ഡിഫിക്കൽട്ടി ടു ഫോം ഫ്രണ്ട്ഷിപ്പ്. എന്തുകൊണ്ട് അവർ ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാൻ പ്രയാസം? അവർക്ക് എന്താ പറയുന്ന അവരുടെ കളികളും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ലാംഗ്വേജ് സ്കില്ലില്ല. ഇന്ന റീസൺ കൊണ്ടാണ്. ഇതൊക്കെയാണ് അവരുടെ സോഷ്യൽ ചാലഞ്ചസ് വരുന്നത്. ദെൻ ഓൺലി ഇന്ററാക്ടിങ് ടു അച്ചീവ് എ ഡിസൈഡ് ഗോൾ. ഇവരിപ്പോ ഇങ്ങനെ കുട്ടികൾ കളിക്കുകയാണ്, പക്ഷെ അവർക്ക് എന്താന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് എന്തോ അവർ ചെയ്യുന്നുണ്ടാവും അവിടെ. ഒരു ഗോൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന നോക്കിയേ, ഈ കുട്ടി എന്തോ ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അതിലും ആ ഒരു കാര്യം മാത്രമേ അറ്റ് എ ടൈം ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വേറെ ഒന്നും എന്ത് ചെയ്യും അവന് വേറെ ഒന്നും അവൻ നോക്കില്ല, ഈ ഒരു സംഭവം മാത്രം. എന്താണ് അവന് ഉദ്ദേശിക്കുന്നത്? ടോയ് ഇങ്ങനെ അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ അവന് ചിന്തിക്കുള്ളൂ, അത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഒന്നുകിൽ കുട്ടികളില് ഫ്ലാറ്റ് എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല, ചിരിക്കേണ്ട ഒരു ചിരിയോ ഈവൻ ലാംഗ്വേജ് ഒന്നും ഇല്ലെങ്കിലും നമ്മളോട് ഒന്നും സംസാരിക്കാൻ അതിനൊന്നും അറിയില്ലെങ്കിലും ഒരു ചിരി അല്ലെങ്കിൽ ഒരു കരച്ചിൽ, ഒരു പേടി, പെയിനൊക്കെ വരുമ്പോ അതിന്റെ ഒരു എക്സ്പ്രഷൻ, ഇതൊന്നും ഉണ്ടാവില്ല. ഫ്ലാറ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഈ ഇന്ന എക്സ്പ്രഷൻ വേണ്ട സ്ഥലത്ത് വേറെ പല എക്സ്പ്രഷൻസ് ഇടും. ഇൻഅപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കും. ഇതാണ് ഉള്ളത്. ദെൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് പേഴ്സണൽ ബൗണ്ടറീസ്. ഒരു അമ്മ ഇതാണ്, അല്ലെങ്കിൽ വേറെ സിസ്റ്റർ ഇതാണെന്നുള്ള നമുക്കൊരു പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ടല്ലോ, ഇന്ന ആളുകളോട് ഇന്ന രീതിയിൽ നിൽക്കണമെന്നുള്ള ആ പേഴ്സണൽ ബൗണ്ടറീസ് ഒന്നും അവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ, കുട്ടികളാവുമ്പം കുഴപ്പമില്ല, കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാല് എബോവ് 10 ഒക്കെ ആയി കഴിഞ്ഞാല് അവർക്ക് മേ ബി ചില കുട്ടികളെ കണ്ടാൽ ഓട്ടിസ്റ്റിക് ചൈൽഡ് ആണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പൈൻ ചെയ്തു വരുന്ന അസുഖങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. ഓട്ടിസ്റ്റിക് ചൈൽഡ് ഉള്ള അതിന് പ്രത്യേകിച്ചൊരു കുട്ടിയുടെ അപ്പിയറൻസിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഓട്ടിസ്റ്റിക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ. എനിക്ക് കാണാൻ പറ്റാത്തോണ്ട്, സ്ക്രീൻ ഷെയറിങ് ആയതുകൊണ്ട് നിങ്ങൾ കാണാനേ പറ്റുന്നില്ല. അതെ, ഓക്കെ. അപ്പോ അവരുടെ പേഴ്സണൽ ബൗണ്ടറീസ് ഇല്ലാഞ്ഞാല് ഈ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പല പ്രോബ്ലംസും ഉണ്ടാവും അല്ലെ? പല രീതിയിലും അത് തെറ്റിദ്ധരിക്കാം. ഓരോ നമുക്ക് ഇന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ്സില് ചിലപ്പം ആ കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന, മേ ബി ഓട്ടിസ്റ്റിക് ചൈൽഡാന്ന് അറിയാതെ ചിലപ്പോൾ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല പ്രോബ്ലംസും ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും. ഇതാണ് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ് സോഷ്യൽ ചലഞ്ചസ് അവർ നേരിടുന്നത്. നെക്സ്റ്റ്, അവോയ്ഡിങ് ഓർ റെസിസ്റ്റിംഗ് ഫിസിക്കൽ കോണ്ടാക്ട്, സെൻസിറ്റീവ് ടു ടച്ച്. അതായത് ചില കുട്ടികളിൽ നമ്മൾ ഈവൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ പോലും അവരെ ടച്ച് ചെയ്യാനൊന്നും അവർക്ക് സമ്മതിക്കില്ല. അവർക്ക് ഇഷ്ടമുണ്ടാവില്ല പിടിക്കാനോ. ഒരു ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടാവും, മിക്കവാറും അമ്മമാരായിരിക്കും. അതാവുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് വേറെ ആരെങ്കിലുമൊക്കെ അവരെ തൊടാൻ പോകുന്നോ ഒരു സ്ഥലത്ത് വെച്ച് നോക്കാനോ ഒന്നും ചില കുട്ടികൾ
സമ്മതിച്ചോളണമെന്നില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, സെൻസിറ്റീവ് ടു ടച്ച് ആയിരിക്കും. ടച്ച് മാത്രമല്ല, എല്ലാ സെൻസസും അവർക്ക് സെൻസിറ്റീവ് ആയിരിക്കും. സൗണ്ട് പ്രശ്നമുള്ളവരുണ്ടാവും, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് കുഞ്ഞു സൗണ്ട് കേട്ടാൽ പോലും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാണ്. ഈവൻ മറ്റേ DJ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സൗണ്ടിനോടൊക്കെ ഭയങ്കര പ്രോബ്ലംസ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ സെൻസിറ്റീവ് ആണ് അവര്, പല സെൻസിനോടും അവർ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ നോട്ട് ഫീലിംഗ് കംഫർട്ടഡ് ബൈ അതേഴ്സ് ഡൂയിങ് ഡിസ്ട്രസ്. നമ്മളിപ്പോ അവരെ കംഫർട്ട് ചെയ്യാൻ നോക്കിയാലൊന്നും അവർക്ക് അത് മനസ്സിലാവില്ല, അവരതിനോട് ഓക്കെ ആവില്ല. ഒക്കെ നമ്മളത് അവരെ ആശ്വസിപ്പിക്കുകയാണെന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലായെങ്കിലല്ലേ അതിലൊരു ഫീലിംഗ് ഗുഡ് കിട്ടുള്ളൂ. അപ്പൊ അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് കേട്ടോ. അതില് സ്ട്രഗ്ലിംഗ് ടു ടോക്ക് അബൌട്ട് ദെയർ ഓൺ ഫീലിംഗ്. അത് ലാംഗ്വേജിന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫീലിങ്സോ അവരുടെ കാര്യങ്ങളൊന്നും അവർക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു മെയിൻ ഇഷ്യൂ ആണല്ലോ. അതുകൊണ്ടായിരിക്കാം അവർ പല കാര്യങ്ങളും അവർക്ക് കൺവേ ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കാം അവരിങ്ങനെ ഒരു സോളിറ്റ്യൂഡ്, ഒറ്റയ്ക്ക് അലോൺ ആയിട്ട് ഇരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ടോയ്സോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ കളിച്ചിരിക്കും. ദെൻ ട്രബിൾ അണ്ടർസ്റ്റാൻഡിങ് അതർ പീപ്പിൾസ് ഫീലിംഗ്. ഇങ്ങോട്ട് അവരുടെ ഫീലിങ്സ് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന അസുഖങ്ങളുടെ ഒക്കെ കൂടെ തന്നെ അവർക്ക് പല ടൈപ്പ് ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാത്തിലും ഉണ്ടാവും അല്ലെ. കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യും, ആങ്സൈറ്റി, പല എന്താണ് ക്രൗഡിനെ ഫേസ് ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അതിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള, അവർക്ക് ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് കുറച്ച് വലുതായാലൊക്കെ ഇവരെയും കൊണ്ട് ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പം പോകാൻ സമ്മതിക്കില്ല, ഡ്രസ് ചെയ്യൂല, ഞാൻ വരുന്നില്ല, ആ ഒരു രീതിയിൽ അതിനൊക്കെ എതിരായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്, അതുകൊണ്ട് തന്നെ ഡിപ്രഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതില് സ്ലൈഡ് അതും ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് ഓട്ടിസ്റ്റിക് പീപ്പിൾ എക്സ്പീരിയൻസ് സോഷ്യൽ ഇന്ററാക്ഷൻ ഡിഫറൻസസ് ദ വേ അഫക്റ്റഡ് പേഴ്സൺ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞൊക്കെ തന്നെയാണ്. അതായത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ സൊസൈറ്റിയിൽ അവർക്കുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് ഒന്നും ബിൽഡ് ചെയ്യാനും അവർക്ക് പ്രയാസമായിരിക്കും, അവർക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പ്രയാസമായിരിക്കും. ഇതൊക്കെ വളരെ ചെറിയ രീതിയിൽ ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് ഒക്കെ ഉള്ള ആളുകളൊക്കെ മേ ബി അവർക്കൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഓക്കെ, ദെൻ ഗിവിങ് ആൻഡ് റിസീവിങ് കോംപ്ലിമെന്റ്സ്. കോംപ്ലിമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് ഉണ്ടെങ്കിലല്ലേ നമ്മൾ കൊടുക്കുന്ന ഓക്കെ കോംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദെൻ എൻഗേജിങ് ഇൻ കോൺവെർസേഷൻ പ്രയാസമുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമർ അല്ലെ, കോമഡി അതെന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കാനും ഒക്കെ പ്രയാസങ്ങളുണ്ട്. അടുത്തായിട്ട് കുറെ അതിന്റെ കുറെ വേരിയേഷൻസ് ആണ് പറയുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അതുപോലെ തന്നെ കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്, ഒരു ചേഞ്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടാവും. അവര് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിസൈഡ് ഗോൾ ഉണ്ടാവും അവർക്ക്, ആ ഗോളിൽ അങ്ങനെ പോവും അവർക്ക് അതില് ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്ത് വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷൻ, അതൊക്കെ അവർക്ക് എന്താണ് ആ ഒരു ചേഞ്ചസിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലാംഗ്വേജിലുള്ള ഡിഫിക്കൽട്ടീസ് പറഞ്ഞു, ദെൻ പിന്നെ സോഷ്യൽ ചാലഞ്ചസും പറഞ്ഞു. ഇനി അടുത്തായിട്ട് പറയുന്നത് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആണ്. റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ എഴുതാൻ മിസ്സായി പോവരുത്, എക്കോലാലിയ അല്ലെങ്കിൽ എക്കോഫ്രേഷ്യ എന്നുള്ള കണ്ടീഷൻ. എന്താന്ന് ആരെങ്കിലും പറഞ്ഞേ? എക്കോലാലിയ അറിയെങ്കിൽ പറയൂ. എക്കോലാലിയ കേട്ടിട്ടുണ്ടോ? സൈക്കോളജി കഴിഞ്ഞവർക്കൊക്കെ അറിയുണ്ടാവും. റിപ്പറ്റേറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നതാണ്. എന്താണ്? ഫ്രേസ് എന്ന് പറഞ്ഞത് എന്തോ മൂവ്മെന്റ് കൂടുതൽ, റിപ്പറ്റേറ്റീവ് മൂവ്മെന്റ്.
എക്കോലാലിയ, എക്കോഫ്രേഷ്യ കേൾക്കണില്ലേ? പറഞ്ഞു കഴിഞ്ഞാല് അല്ല, സംസാരത്തിലുള്ള കേട്ടോ. സംസാരത്തിൽ ഇപ്പോ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതല്ലേ ഫ്രേസ്, നമ്മളെ ഫ്രേസൽ വെർബ്. ഫ്രേസ് എന്ന് പറയുമ്പോൾ വേർഡ് അല്ലേ, അത് ആലോചിക്കാം. അപ്പോൾ എക്കോഫ്രേഷ്യ അല്ലെങ്കിൽ എക്കോലാലിയ എന്ന് പറഞ്ഞാല് നമ്മള് ആ കുട്ടി ഒരു എക്സാമ്പിൾ പറയാം. മോനെ നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിക്ക് പേരെന്താന്ന് ചോദിച്ചാൽ പേര് പറയണം എന്നുള്ളത് അറിയില്ല. ആ കുട്ടി എന്ത് ചെയ്യും? അവൻ എന്താ കേൾക്കണ് അത് തന്നെ തിരിച്ചു പറയും. നിന്റെ പേരെന്താ, നിന്റെ പേരെന്താ, നിന്റെ പേരെന്താ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഒരു സമയം ബോൾ 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 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. കണ്ടോ? അങ്ങനെ എന്താ അവനെ അത് കേൾക്കണേ, ആ കേൾക്കുന്ന സാധനം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അതാണ് എക്കോലാലിയ എന്നുള്ള കണ്ടീഷൻ. അപ്പൊ അത് ഓട്ടിസ്റ്റിക് ചൈൽഡിന് ഒരു മിക്കവാറും എല്ലാ കേസസിലും എക്കോലാലിയാസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദെൻ സ്റ്റീരിയോടിപ്പിക് ബിഹേവിയർ, റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ആണ് ഒരു കാര്യം തന്നെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ സംസാരത്തിലുള്ള നമ്മൾ പറഞ്ഞു എക്കോലാലിയ. അതുപോലെ തന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പല മൂവ്മെന്റ്സും നേരത്തെ ഇവര് പറഞ്ഞ പോലെ റിപ്പറ്റേറ്റീവ് ആയ ഓരോ മൂവ്മെന്റ് ഉണ്ടാവും. എന്താണ് അതിന്? ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടികൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഇതുണ്ട്, ഫ്ലാപ്പിംഗ് ഓഫ് എന്താണ് ഹാൻഡ്സ്, കൈ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ചെയ്യുന്ന. എന്നെ കാണുന്നില്ലല്ലേ ഞാൻ കാണിക്കുന്നത്? ഞാൻ കാണിക്കാം, അത് സ്ക്രീൻ ഷെയറിങ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഓട്ടിസ്റ്റിക് ചൈൽഡിൽ കാണാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കേ ഈ കറങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാം, ഒരു കേസ്, ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു. ഒരു കുട്ടിക്ക് ആ ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവിന്റെ മോന് മൂന്ന് വയസ്സായിട്ടാണ് അവര്, എനിക്ക് 3 വയസ്സുള്ള കുട്ടിയാണ്. അതായത് ഒരു സൈക്കിളിന്റെ വീൽ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഈ വീല് കറക്കിക്കൊണ്ടേയിരിക്കുന്നു. വേറെ ഒരു ഇഷ്യൂസും അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതെന്താ ഈ മോനെ എപ്പോഴും ഈ വീലുമേ കളിക്കുന്നത്, അതെന്താണ് അവലെ എന്ന് ചോദിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് നമുക്ക് അയക്കുക ചെയ്ത്. വേറെ ഒന്നും അവർക്ക് അറിയില്ല, ഇങ്ങനെ ഒരു അസുഖത്തിനെ കുറിച്ചോ അല്ലെ ഇങ്ങനെ അതൊന്നും നോട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ. അപ്പൊ ഏത് നേരം ഈ സൈക്കിളിന്റെ വീല് കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്, ആ ഒറ്റ ഇതിലാണ് നമ്മൾ ഓട്ടിസ്റ്റിക് എന്നുള്ള ഒരു ഏരിയയിലേക്ക് കടന്നത്. അതേപോലെ കുഞ്ഞിങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടിസത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണത്. ദെൻ ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ്, ഇപ്പൊ പറഞ്ഞ തന്നെ എന്താ ചെയ്യുന്നത് അത് തന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫിക്സേഷൻ ഓഫ് സെർട്ടൈൻ ഒബ്ജക്ട്സ് ഓർ ടോപ്പിക്സ്, ഇപ്പൊ പറഞ്ഞു തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം, ഇപ്പം എന്തെങ്കിലും അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച് നമ്മൾ അതൊക്കെ തീർത്ത് ഇങ്ങ് പോന്നിട്ടുണ്ടാവും. അവൻ അത് തന്നെ ആ ടോപ്പിക്കിൽ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ ഫിക്സ് ചെയ്തിരിക്കും. അവന്റെ മൈൻഡ് അവിടുന്ന് മാറുന്നില്ല. അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് ആ ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതവിടെ വിട്ടിട്ട് അവന് പോരാൻ പറ്റുന്നില്ല. അത് ദെൻ ടോക്സ് ഇൻ ഫ്ലാറ്റ് റോബോട്ട് ലൈക്ക് വോയിസ്, നമ്മളിപ്പോ ഈ പറയുന്ന വാക്കുകളിലൊക്കെ നമുക്ക് എന്തോ കാര്യം കൺവേ ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് എന്തോ എനിക്ക് കൺവേ ചെയ്യാനുണ്ട്. നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ. ഈ സൗണ്ട് കുറച്ച് പറയുന്നു, സൗണ്ട് കൂട്ടി പറയുന്നു, അതിനൊരു ഇമോഷൻസ് കൺവേ ചെയ്യുന്നുണ്ടല്ലോ നമ്മള്. ഇതൊന്നും ആ കുട്ടിക്ക് ഇല്ല. ആ കുട്ടി നമ്മളിതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് റോബോട്ട് ലൈക്ക് വോയിസ് ആയിട്ട് മാറും. ഒരു വികാരം ഇല്ലാണ്ട് ഒരേ ഒരു ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ഇല്ല സൗണ്ടിന് സംസാരത്തിൽ. അപ്പൊ എന്ത് ചെയ്യും? റോബോട്ട് ലൈക്ക് വോയിസ് ആവാം, ഫ്ലാറ്റ് വോയിസ് ആയിരിക്കും അവൻ പറയുന്നത്. ദെൻ സൈഡ് വിഷൻ, അത് ചില കുട്ടികളിൽ നമുക്ക് ഐ കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൈഡ് വിഷൻ ഉണ്ടാവാം. ചില കുട്ടികൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കും, കണ്ണിന് സൈഡ് ഇങ്ങനെ അതുപോലെ നോക്കും. ഇടക്ക് മോൻ ഇങ്ങനെ അങ്ങനെ ഒരു നോട്ടം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില പാരന്റ്സോ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് ടീച്ചിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരാം. സൈഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നേരെ നോക്കില്ല എന്നൊക്കെ പറയാം. അപ്പൊ സൈഡ് വിഷൻ ചില കുട്ടികളിൽ കാണാം. അതുപോലെ തന്നെ അഗ്രഷൻ ഭയങ്കരമായിട്ട് ഒട്ടുമിക്ക കുട്ടികളിലും ഉണ്ടാവും. അഗ്രഷന് പല റീസൺ ആയിരിക്കാം. അഗ്രഷൻ മേ ബി അവര് പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോ അവര് അഗ്രഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുക. എന്തെങ്കിലും ദേഷ്യവും സ്ക്രീം ചെയ്യുക, ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കൂവി വിളിക്കുക. അപ്പൊ അവന്
സെൻസിറ്റീവ് ടു ടച്ച്, സെൻസിറ്റീവ് ടു സൗണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ വലിയൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അവന് അഗ്രസീവ് ആവാം, ഭയങ്കരമായിട്ട് അവന് ദേഷ്യം പ്രകടിപ്പിക്കാം. ദേഷ്യമല്ല, അവന് എന്തോ സ്ക്രീം ചെയ്യാണത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ആവില്ല, ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ അവന് അങ്ങനെയൊക്കെ അഗ്രഷനായിട്ടോ എന്താ അവന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവന് പ്രകടിപ്പിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ റൗണ്ട് ആയിട്ടുള്ള ഈ കറങ്ങുന്ന സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓട്ടിസ്റ്റിക് ചൈൽഡിന്. ഇപ്പോ സ്പിന്നർ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കറക്കുമല്ലോ, അതുപോലുള്ള സാധനം. ഈവൻ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു സിംറ്റം കുട്ടികൾ കാണേണ്ടത്. അതുപോലെ തന്നെ അടുത്ത പിക്ചർ ഒന്ന് നോക്കിയേ. കുട്ടി ചെയ്യുന്നത് എന്താണ്? കുറെ കാറുകൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചിരിക്കുന്നു. ഓട്ടിസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം, നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സിംറ്റമാണ്. കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഈവൻ ഒരു കാറ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയം ഒരു ബ്ലോക്ക് പോലെ അവൻ അവിടെ നിന്ന് ഒന്ന് തെന്നി മാറാനോ അങ്ങനെയൊന്നും അവന് താല്പര്യം ഉണ്ടാവില്ല. അവൻ എന്ത് ചെയ്യും? അതിങ്ങനെ ലൈനാക്കി വെച്ചുകൊണ്ടേയിരിക്കും. ടോയ്സ് ആവട്ടെ, എന്താ അവിടെ ഇപ്പൊ കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ പാത്രങ്ങൾ ഇതൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ലൈനായിട്ട് വെക്കുക എന്നുള്ളതാണ് ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സിംറ്റം. ഓക്കെ, സ്ക്രീമിങ് ഇൻ ക്രൗഡഡ് പ്ലേസ്. ഞാൻ പറഞ്ഞു സെൻസിറ്റിവിറ്റി, ഇവർക്ക് ടച്ച് ആയാലും ഈ ക്രൗഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ട് കൂവി വിളിക്കേ, പാരന്റ്സ് ഒരുപാട് കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരും. സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനുള്ള പല പ്രയാസങ്ങളിൽ ഒന്നാണത്. ഓക്കെ, ടിപ് ടോ വാക്കിംഗ്, അത് നമുക്ക് കാണാം കേട്ടോ. ഇപ്പൊ ഈ കാല് വെച്ചിരിക്കുന്ന കണ്ടില്ലേ കുട്ടികൾ, അതാണ് ടിപ് ടോ. നമ്മൾ തള്ളവരിൽ ഇങ്ങനെ നമ്മുടെ മടമ്പ് പൊക്കിയിട്ട് അങ്ങനെ ഒരു നടത്താണ് കുട്ടിക്ക് ടിപ് ടോ വാക്കിംഗ്. ഓട്ടിസ്റ്റിക് കുട്ടികളിൽ അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, ദെൻ സെൽഫ് ഹേർട്ടിങ് ബിഹേവിയർ. ചില കുട്ടികൾ എന്ത് ചെയ്യും? തല എങ്ങനെ ഇടിക്കും, സെൽഫ് ഹേർട്ടിങ്. അവന് കൈയിടിക്കുക ചുമരില്, അല്ലെങ്കിൽ നിലത്ത് തല ഇടിക്കുക, അവനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പല ബിഹേവിയേഴ്സും അവന് കാണിക്കാം. ഓക്കെ, ദെൻ ഹൈപ്പർ ഓർ ഇൻഅഡിക്വേറ്റ് സെൻസിറ്റീവ് ടു സ്റ്റിമുലേ. നേരത്തെ ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് ടു സ്റ്റിമുലേ ആണ്. പല സൗണ്ട്, ടച്ച് ഇതൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റും വരാം. എന്താണ്? ഒട്ടും പെയിനായി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെച്ചു, ആ കുട്ടിക്ക് അത് ഒട്ടും സെൻസിറ്റിവിറ്റി, ഒരു എക്സ്പ്രഷനും ഇല്ല, ഒന്നും അവിടെ സംഭവിക്കാതെ പോലെ അങ്ങനെയും നിൽക്കാം. ഹൈപ്പറും ആവാം, ഇൻഅഡിക്വേറ്റും ആവാം, ഇല്ലാതെ ഹൈപ്പോയും ആവാം, അങ്ങനെയും കാണിക്കാം കേട്ടോ. ദെൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. സെൻസറി ജോയ് ഫ്രം സെർട്ടൻ കളേഴ്സ്. ഓക്കെ, അതെന്താന്ന് വെച്ചാല് ചില കളേഴ്സിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും. ചുമ്മാ പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും പറയാനില്ല, ചില കളേഴ്സ് കണ്ട അവർക്ക് അതൊക്കെ ഓരോ കുട്ടികളുടെ ഈ സ്പെക്ട്രം പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടികളുടെ പ്രത്യേകത കേട്ടോ. എല്ലാ കുട്ടികൾക്കൊന്നും ഇത് ഉണ്ടാവണം എന്നൊന്നുമില്ല. ഈ പറഞ്ഞ സിംറ്റംസ്, ചില കളേഴ്സിനോട് അവർക്ക് ഭയങ്കര താല്പര്യം തോന്നും, ഭയങ്കര വെറുതെ ചിരിയൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, അങ്ങനത്തെ കളേഴ്സ് ഉള്ള സാധനങ്ങൾ തന്നെ എടുക്കുക, ആ രീതിയിലേക്കൊക്കെ വരാം. ദെൻ ഡിക്രീസ്ഡ് ഫീലിംഗ് ഓഫ് പെയിൻ. നേരത്തെ പറഞ്ഞു ഇഞ്ചക്ഷൻ വെക്കുകയൊക്കെ ആണെങ്കിൽ അവന് ഒന്നുകിൽ ഭയങ്കരമായിട്ട് അവന് അഗ്രഷനോ അല്ലെ അങ്ങനെയൊക്കെ കാണിക്കാം, അതല്ലെങ്കിലോ എന്ത് ചെയ്യും? ഒട്ടും ഒരു ഫീലിംഗും ഇല്ല. ദെൻ സെൻസിറ്റിവിറ്റി ടു ലൈറ്റിംഗ് ഇൻ ഷോപ്സ്. അവനെയും കൊണ്ട് പുറത്തു പോയാൽ ഷോപ്പിലൊക്കെ പല LED ബൾബ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണുമ്പോഴേക്ക് അതുപോലെ അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് ചിലപ്പോൾ ഇതുപോലെ സ്ക്രീം ചെയ്യേ അല്ലെങ്കിൽ വയലന്റ് ആവുക, ആ രീതിയിലേക്കൊക്കെ വരാം. ദെൻ സെൻസിറ്റിവിറ്റി ടു ടച്ച്. ഡോക്ടേഴ്സിന് പോലും ടച്ച് ചെയ്യാനോ വേറെ സമ്മതിക്കില്ല. അവന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, ഫേവറേറ്റ് പേഴ്സൺ അല്ലാതെ അവൻ അടുപ്പിക്കൂല, ആ രീതിയിലേക്ക് വരാം. ഓക്കെ, ഡിഫിക്കൽട്ടീസ് അറൌണ്ട് നോയ്സി ട്രാഫിക്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ നോയ്സ് സെൻസിറ്റീവ് ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. ദെൻ ഇനബിലിറ്റി ടു ടോളറേറ്റ് സെർട്ടൻ സ്മെൽസ്. ചില സ്മെല്ലിനും സെൻസസ് അക്യൂട്ട് ആയതുകൊണ്ട് തന്നെ പല സ്മെല്ല് ആവട്ടെ, സൗണ്ട് ആവട്ടെ, ടച്ച് ആവട്ടെ, ഇതെല്ലാം പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രെസ് ഓർ ആങ്സൈറ്റി ഇൻ ബിസി എൻവയോൺമെന്റ്. അങ്ങനെയുള്ള ഇതൊന്നും അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയാണ് സിംറ്റംസ്. ദെൻ കോസസ് ആണ്. സമയം എന്തായി? നമുക്ക് സമയമുണ്ടോ? കോസസും കൂടെ പറഞ്ഞാലോ? ഓക്കെ ആണോ നിങ്ങള്?
Yes, ma'am. ഓക്കെ ഓക്കെ. കോഴ്സസ് ഞാൻ നോട്ടൊന്നുമില്ല, കോഴ്സസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഞാൻ ഈ സ്ലൈഡ് വെച്ചിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. ഓക്കെ. കോഴ്സസ് ഓഫ് ഓട്ടിസം. എന്തുകൊണ്ടാണ് ഓട്ടിസം വരുന്നേ? നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണോ? എന്താ ഓട്ടിസത്തിന്റെ റീസൺ അറിയാമോ ആർക്കെങ്കിലും? ഓട്ടിസത്തിന്റെ റീസൺ ഇപ്പൊ നിങ്ങളൊരു ഇത് കണ്ടില്ലേ, എന്താണ് ഇപ്പൊ വലിയൊരു വിവാദമായിരുന്നല്ലോ, കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടായിട്ട് സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർക്ക് എതിരെയൊക്കെ അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ടുണ്ട്. എല്ലാം പോയി. അപ്പൊ അതെന്താ? അപ്പൊ നമുക്ക് ഈ ഓട്ടിസം കുട്ടികളെയും അപ്പൊ നമുക്ക് സ്കാനിങ്ങിൽ കാണുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സ്കാനിങ് പല സ്കാനിങ്ങുകളും നടത്തുന്നുണ്ട് അല്ലെ? 5th മന്തിലൊക്കെ അനോമലി സ്കാനിങ് നടക്കുന്നുണ്ട്, പല സ്കാനിങ്ങും നടക്കുന്നു. അപ്പൊ അതിൽ എപ്പോഴെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ ഓട്ടിസം? നമുക്ക് അറിയാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. നമുക്കൊരു പക്ക ഇന്ന ബ്രെയിനിൽ ഒരു സെറിബെല്ലം അല്ലെങ്കിൽ സെറിബ്രോ അതിന്റെ ഇവിടെ ഇന്ന ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഓട്ടിസം വന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു റീസൺ ഓട്ടിസത്തിന് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു കറക്റ്റ് റീസൺ ഇല്ലാത്ത കേസുകളിൽ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഇഡിയോപ്പതിക്. അതൊരു ഇഡിയോപ്പതിക് കോസ് ആണെന്നുള്ളത്. ഇപ്പൊ അങ്ങനെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനൊക്കെ ഉണ്ടാവും അത് കോസസ് ഓഫ് ആ ഡിസോർഡർ എന്ന് പറയുന്ന ഇഡിയോപ്പതിക് കോസ് ആയിരിക്കും മിക്കവാറും. നമുക്കൊരു പക്ക ഒരു കറക്റ്റ് ഒരു റീസൺ അതിന് പറയാനില്ല. പക്ഷേ നമുക്ക് അറിയാം ഓട്ടിസം ഉള്ള കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും, അടുത്ത റിലേറ്റീവ്സിന് ആരെങ്കിലും ഓട്ടിസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് ഓട്ടിസം വരാനുള്ള. കാരണം അതൊരു ജനറ്റിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ പാർട്ട്ലി ജനറ്റിക്കൽ ആണ്, പാർട്ട്ലി എൻവിയോൺമെന്റൽ. എന്തുകൊണ്ടാണ് എൻവിയോൺമെന്റൽ എന്ന് പറയുന്നത്? പാർട്ട്ലി എൻവിയോൺമെന്റൽ എന്ന് പറയുന്നത് പല കുട്ടികളും ഈ ഡെവലപ്മെന്റിന്റെ സമയത്ത്, ഇപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്ത് പറഞ്ഞ പോലെ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ നമുക്ക് എന്ത് ക്വാറന്റൈൻ ആക്കി അല്ലെ? ക്വാറന്റൈൻ മാത്രമല്ല, പലപ്പോഴും ഈ ദുബായിൽ അബ്രോഡായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ, അബ്രോഡായി താമസിക്കുന്നവരെന്താണ് ഒറ്റ റൂമിൽ അവിടെ കുടുങ്ങി കിടക്കുക. പ്രത്യേകിച്ച് ഒരു 2 വർഷത്തോളം അല്ലെ, ഏകദേശം അത്രത്തോളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ വെച്ചാൽ പുറത്തേക്ക് പോകുന്നില്ല, സ്റ്റിമുലസ് കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികളോട് തന്നെ നമ്മൾ ഈ അമ്മമാരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, മുത്തശ്ശികൾ സംസാരിക്കണ പോലെ അമ്മമാര് സംസാരിക്കൂലേ, അങ്ങനെയൊക്കെ പറയണം, അവരോട് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. എന്തിനാണ്? അവർക്ക് സ്റ്റിമുലൈ കിട്ടണം. അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് വേണം. എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ച് അവര് പെരുമാറുള്ളൂ, അവർക്ക് അത് മനസ്സിലാവുള്ളൂ. പക്ഷേ അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ വിർച്വൽ ഓട്ടിസം പറഞ്ഞില്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താന്ന് വെച്ചാൽ അതിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരു ലോകവുമില്ല, വേറൊരു ഇതില്ല. അങ്ങനെയുള്ള പല റീസൺ കൊണ്ടും അതാണ് എൻവിയോൺമെന്റൽ കോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ പല കെമിക്കൽ പോയിസൺസ് ഒക്കെ പറയുന്നുണ്ട്, ലെഡ് പോയിസൺ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പോയിസൺസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയും വരാം ഓട്ടിസം എന്ന്. വളരെ റെയർ ആണെങ്കിലും അങ്ങനെയും ഓട്ടിസം കാണുന്നുണ്ട്, അതൊരു കോസ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ കോസസ് ഓഫ് ഓട്ടിസം ചോദിച്ചാൽ ഒന്ന് ഇഡിയോപ്പതിക് കോസ് പറയാം, അടുത്തത് പാർട്ട്ലി ജനറ്റിക്കൽ ആണ്, പാർട്ട്ലി എൻവിയോൺമെന്റൽ ആണ്. അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ. ദെൻ അബ്നോർമാലിറ്റീസ് ഇൻ ദ ബ്രെയിൻ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ. ഓക്കെ. അപ്പൊ അതെന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു അബ്നോർമാലിറ്റി ഉണ്ടാവണമെന്നില്ലാന്ന്. അപ്പോ നമ്മള് ഇതൊരു റിട്രോസ്പെക്റ്റീവ് ആയിട്ട് നോക്കിയാല്, അതായത് ഓട്ടിസം ഉള്ള കുട്ടികളെ ഒരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാല് അത് നമ്മൾ അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികളിൽ ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഓട്ടിസ്റ്റിക് ചൈൽഡിന്റെ ബ്രെയിൻ നോക്കുമ്പോൾ എന്നാൽ എല്ലാവരുടെയും ഒരേ പിന്നെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഇല്ല. പക്ഷെ എന്തൊക്കെയോ ഒരു അബ്നോർമാലിറ്റി പല രീതിയിലും കുട്ടികളിലും ഉണ്ട് എന്നുള്ളത് അതിന്റെ ഫങ്ഷനിലോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് പല പഠനങ്ങളും ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവരിലുണ്ട്. ഓക്കെ, അത്ര മനസ്സിലാക്കുക.
പിന്നെ ഹെറിഡിറ്ററി ആണ്. നമ്മൾ പറഞ്ഞു ജനറ്റിക്കൽ ആണ്, അതുകൊണ്ട് തന്നെ ഹെറിഡിറ്ററി ആണ്. സ്ട്രോങ് ജനറ്റിക് ലിങ്ക് ഉണ്ട്. സ്ട്രോങ് ആയിട്ട് നമ്മുടെ പാറ്റേണലോ മെറ്റേണലോ മദറിന്റെ ഭാഗത്തോ ഫാദറിന്റെ ഭാഗത്തോ ആർക്കെങ്കിലും ഓട്ടിസം ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് ഉണ്ടാവണമെന്നില്ല, നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണമെന്നില്ല, മക്കളെ മക്കൾക്കൊക്കെ വരാം. അവിടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്, വരാം. ഹെറിഡിറ്ററി ചാൻസസ് ആർ ദർ. ഓക്കെ. ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സ്, ഫ്രജൈൽ എക്സ് സിൻഡ്രോം, ട്യൂബറസ് സ്ക്ലീറോസിസ്, ഈ രണ്ട് ഡിസോർഡേഴ്സ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിൽ അതൊരു ഓട്ടിസം എന്തായാലും ഉണ്ടാവും, അത് അതിന്റെ ഒരു കോസ് ആണ് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ദെൻ എക്സ്പോഷർ ടു ഹെവി മെറ്റൽസ് ആൻഡ് എൻവിയോൺമെന്റൽ ടോക്സിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലെഡിന്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോൾ അവർക്ക് ഈ രീതിയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ സ്റ്റഡി നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കോസ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളിപ്പോ ഈ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു വേർഷൻ ആണോ? ഇതിൽ പെട്ടതാണോ? കേട്ടില്ല. എങ്ങനെ ഈ ഓട്ടിസത്തിൽ പെട്ടതാണോ എക്സ് സിൻഡ്രോം? അല്ല 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 അല്ല, അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഫ്രജൈൽ എക്സ് സിൻഡ്രോമും ട്യൂബറസ് സ്ക്ലീറോസിസും അതിനെ കമ്പൈൻ ചെയ്തിട്ട് അവർക്ക് ഓട്ടിസം ഉണ്ടാവാം എന്നുള്ളൂ. ഓക്കെ. ഇതിൽ പെട്ടല്ല. മനസ്സിലായോ? ഓക്കെ. ദെൻ ഇപ്പൊ നമ്മൾ എങ്ങനെ എക്സ് സിൻഡ്രോം ഉള്ള ഇപ്പൊ എന്റെ സിസ്റ്ററിലൂടെ ഒരു മോൾക്ക് ഇതുപോലെ എക്സ് സിൻഡ്രോം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതായത് ഇങ്ങനെ ഈ ഓട്ടിസത്തിന്റെ ഒരു ഭാഗമാണോ അതെന്ന് ചോദിക്കാൻ കാര്യം. എത്രയുണ്ട് കുഞ്ഞിന്? എത്രയുണ്ട്? എത്ര വയസ്സായി? എനിക്കിപ്പോ 12 years ആയിട്ടുണ്ടാവും. ഇല്ല, അത് ഇതിന്റെ ഒരു റീസൺ എന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറയണൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്, ഇതിനൊരു പ്രത്യേക കോസ് ഇല്ല. പക്ഷേ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളിൽ അതിന്റെ ഒരു കമ്പൈൻ ആയിട്ട് ഓട്ടിസം കാണാറുണ്ട്. അത്രേ ഉള്ളൂ അതില്. ഓക്കെ. ഉണ്ടെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ. ഇതിലിനി ഇപ്പൊ നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്ന ഈ കോഴ്സിനെ പോലെ തന്നെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, ഇത് നമുക്ക് എല്ലാറ്റിലും എഴുതാൻ പറ്റുന്ന പ്രീഡിസ്പോസിങ് ഫാക്ടർ. അതായത് നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടികൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഓട്ടിസം ഉണ്ടാവും എന്നുള്ള ഒരു നിർബന്ധമില്ല. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ എന്താണ്, ഇന്ന കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. അതാണ് ഇനി പറയുന്നത്. എന്താണ്? ബീങ് ബോൺ ടു ഓൾഡ് പാരൻസ്. എല്ലാ ഓൾഡ് പാരൻസിനും അല്ലെ 40-ലൊക്കെ പ്രഗ്നന്റ് ആയി ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാതെ നോർമൽ ബേബീസ് ആവാം. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ പലതും ഓൾഡ് പാരൻസിന് ജനിക്കുന്ന കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ദെൻ LBW ബേബീസ്. എന്താണ് LBW? ലോ ബർത്ത് വെയിറ്റ് ബേബീസ്. എത്രയാണ് നോർമൽ ബർത്ത് വെയിറ്റ്? 3 kilogram. നോ, കുറച്ചുകൂടെ കുറയട്ടെ. 2.8. ഒന്നുകൂടെ കുറയട്ടെ. 2.5 ആണ് കേട്ടോ. അതാണ് നോർമൽ ബർത്ത് വെയിറ്റ്. 2.5ന്റെ താഴെയാണെങ്കിൽ നമ്മൾ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രീമച്ചുർ ബേബീസ്. 37 വീക്സിന്റെ മുന്നേ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കും മേ ബി ചാൻസസ് ആർ ദർ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും എന്ന് വെച്ച് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഇത് ഉണ്ടാവണമെന്നില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ. ദെൻ ബർത്ത് ഡിഫിക്കൽട്ടീസ് ലീഡിങ് ടു ഓക്സിജൻ ഡിപ്രിവേഷൻ ടു ബേബീസ് ബ്രെയിൻ. ഇതെന്താന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? ബർത്ത് ഡിഫിക്കൽട്ടീസ് സാധാരണ കുഞ്ഞ് ഇപ്പം ഫസ്റ്റ് ഡെലിവറി നടക്കുമ്പോൾ രാവിലെ പെയിൻ വന്നു എന്ന് വിചാരിക്കൂ. ലേബർ റൂമിലേക്ക് കയറ്റി രാവിലെ ഒരു 6 മണിക്ക് മുതൽ കുഞ്ഞിന് ബർത്ത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയലറ്റേഷൻ നടക്കുന്നത്, വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷേ വൈകുന്നേരം 7 മണി ആയിട്ടും ഇത് കുഞ്ഞ് ഡെലിവേർഡ് ആവുന്നില്ല. ഇപ്പൊ അത്രത്തോളം ഒന്നും നിൽക്കൂല അല്ലെ, അതിന് മുന്നേ തന്നെ പോയിട്ട് സിസേറിയൻ ചെയ്യും അല്ലെ. പക്ഷെ എന്നാൽ പോലും അത്രയായിട്ടും നിൽക്കില്ല.
പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യത്തെ ഡെലിവറി 12 മണിക്കൂർ വരെ നിൽക്കുന്നതും നോർമലാണ്. ഫസ്റ്റ് ഡെലിവറി അത്ര വരെ നിൽക്കാം. അതിപ്പോ ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞെന്നുള്ളൂ. ഇത് ഈ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാല് ബർത്ത് ഡിഫിക്കൽട്ടീസ്. ഈ കുഞ്ഞ് അവിടെ നിന്ന് പോന്നും ചെയ്തു, ഈ വികസനം അത്രക്ക് വന്നില്ല, അതുകൊണ്ട് അവിടെ കുടുങ്ങിപ്പോയി. എന്നിട്ട് നമ്മൾ ഫോഴ്സസ് ഡെലിവറി ഒക്കെ ആയിട്ട് എടുത്തു. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ച് പ്രയാസം നേരിട്ടു, അല്ലെങ്കിൽ അവസാനം വെച്ചിട്ട് സിസേറിയൻ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതെന്താന്ന് വെച്ചാല് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഓക്സിജൻ കുറയും ആ സമയത്ത്, ഡെലിവറിയുടെ സമയത്ത്. അപ്പൊ ഈ ഓക്സിജൻ കുറയുമ്പോൾ അങ്ങനെയാണ് അവര് NICU ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ അസ്ഫിക്സിയ ഒക്കെ വരും. അസ്ഫിക്സിയ എന്ന് പറഞ്ഞാല് ശ്വാസം ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് ബേബീസിന്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് ഓക്സിജൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ വരുന്നില്ല. എന്തായിരിക്കും അർത്ഥം? അവിടെ ഡെഡ് ആവും. ഏറ്റവും പെട്ടെന്ന് ഡെഡ് ആവുന്ന സെല്ലാണ് അത്. ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സെൽസ് ആണ്, കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിലെ കോശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രോക്കിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ടൈം ആണെന്നൊക്കെ പറയുന്നത്. നമുക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കണം എല്ലാവരും എന്ന് പറയാൻ കാരണം അതാണ്. എന്താണ്? ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിൻ സെൽസ് പെട്ടെന്ന് ഡെഡ് ആവും. വളരെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഡെഡ് ആയി പോകും. പിന്നെ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഈ ബർത്തിന്റെ സമയത്ത് ഓക്സിജൻ ഡിപ്രിവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബ്രെയിനിൽ ഇഷ്യൂസ് വരും. ആ കുട്ടിക്ക് ഭാവിയിൽ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ. പ്രീനേറ്റൽ ഇൻഫെക്ഷൻസ്, അതായത് കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉള്ള അമ്മമാർക്കുള്ള പല ഇൻഫെക്ഷൻസും ടോർച്ച് കോംപ്ലക്സ് ഒക്കെ പറയും. അപ്പം അങ്ങനെ കുറച്ച് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി അതും ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്, അമ്മമാർക്ക് വരുന്നത് കേട്ടോ, പ്രഗ്നൻസിയുടെ ടൈമിൽ. അതുപോലെ തന്നെ മറ്റേണൽ മെഡിക്കേഷൻസ്, ഒരുപാട് നാളുകളായിട്ട് അമ്മമാരെന്ത് ചെയ്യും, പല മെഡിസിൻസും കഴിക്കുന്നുണ്ട്, തൈറോയ്ഡ് ടാബ്ലറ്റ്സ് വരെ. അത് അങ്ങനെയുള്ള പല മെഡിക്കേഷൻസും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതും ഇതെല്ലാം ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് മാത്രം. ഓക്കെ. ദെൻ മെന്റൽ സ്റ്റേറ്റ് ഓഫ് പ്രഗ്നന്റ് മദർ, അത് നമുക്കറിയാം അല്ലേ, നമ്മളെപ്പോഴും പറയുന്നതാണ്, കേൾക്കുന്നതാണ്. പ്രഗ്നന്റ് മദറിന്റെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒബീസിറ്റി, എന്തെങ്കിലും ഒരു മൈൻഡിൽ എന്തെങ്കിലും ഒരു ട്രോമ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഉള്ള എന്തെങ്കിലും ഒരു ലോസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു റീസൺ, ഒരു ആക്സിഡന്റ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഒബീസിറ്റി, നല്ല വണ്ണമുള്ള ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ണം, BMI ഒക്കെ 30 എബോ ഉള്ള ഭയങ്കര വണ്ണമുള്ള ആളുകള്. ഡയബറ്റിക് മെലിറ്റസ് ഭയങ്കര ഇഷ്യൂ ആണ് അല്ലെ, ഷുഗർ ഉള്ള ആളുകള്. ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ്, എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉണ്ട്, കുറച്ച് അസുഖങ്ങൾ. ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി നമുക്ക് എതിരായി തിരിയുന്ന പല ടൈപ്പ് അസുഖങ്ങൾ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തൈറോയിഡിലുള്ള ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ. പിന്നെയോ SLE കേട്ടിട്ടുണ്ടാവാം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. SLE, സോറിയാസിസ്, പിന്നെ വാദം എന്ന് പറയും, RA, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ, കുറെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓൾറെഡി ഉള്ള മദേഴ്സിന് വരുന്ന കുട്ടികൾക്ക് മേ ബി വരാം. ഓക്കെ. തൈറോയ്ഡ് ഇഷ്യൂസ് ഇതൊക്കെ ഉള്ള ആളുകൾക്ക്. ദെൻ പോസ്റ്റ് നേറ്റൽ സീഷേഴ്സ്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഇങ്ങനെ അടിക്കടിക്ക് എന്താണ് എപ്പിലെപ്സി ഫിറ്റ്സ് വരിക, അപസ്മാരം വരിക, അങ്ങനെയുള്ള സീഷേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ എന്തോ ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്, ഓട്ടിസം എന്നുള്ള രീതിയിലേക്കൊക്കെ കുട്ടി വരാം എന്നുള്ളത് മാത്രം. ഇപ്പം ഇവിടെയുള്ള ആൾക്കൊക്കെ ചിലപ്പോൾ ഇതിലുള്ള പല കുട്ടികളൊക്കെ ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞായിരിക്കാം, പ്രീമച്ചർ ബേബീസ് ആയിരിക്കാം, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ച് അതൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും അതിന്റെ കോസ് അല്ല, ഇതൊക്കെ ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാം. സമയമായില്ലേ? 8:45 പിന്നെ അതിന്റെ ഡയഗ്നോസിസ് ഉള്ളൂ. ഡയഗ്നോസിസ് പിന്നെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോന്നും സിംറ്റത്തിലൊക്കെ
ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് തോന്നുന്നു, കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. സാവൻ സിൻഡ്രോം എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ സാവൻ സിൻഡ്രോം? കേട്ടിട്ട് ഞാൻ പറയാം. ചില ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു MR കുട്ടികളായിട്ട് കരുതരുത്. ഒന്നും അറിയാതെ തിരിയാതെ ആ രീതിയിലേക്ക് കരുതരുത്. കാരണം MR എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒട്ടും അതൊരു നിങ്ങൾക്ക് വേറെ ടോപ്പിക് ആയിട്ട് തന്നെ ഉണ്ട്, വലിയൊരു ടോപ്പിക് ഉണ്ട്, അപ്പൊ അതിലേക്ക് പോകണ്ട. ഓട്ടിസ്റ്റിക് കുട്ടികളിൽ പല കഴിവുകളും അവർക്ക് ഇല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നെഗറ്റീവ്സ് ഓരോന്ന് പറയാം, പക്ഷേ എന്നാൽ പോലും അതിലുള്ള ചില കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ഒരു എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. നിങ്ങൾ പല വൈറൽ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കീബോർഡ് നല്ല അസലായിട്ട് കീബോർഡ് വായിക്കുന്ന കുട്ടികൾ അല്ലേ, അവൻ എങ്ങനെ പഠിച്ചു എന്ന് എനിക്കല്ല. ഇവിടെ അടുത്ത് മറ്റേ കോമഡി ഉത്സവോ ഇതിലോ വന്നിരുന്നു. അങ്ങനെയുള്ള കുട്ടികളാ പലതും. അവൻ എങ്ങനെ അത് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതാവട്ടെ, മാത്സ് കാൽക്കുലേഷൻ ആവട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു സ്കില്ലിൽ അവന് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു സിൻഡ്രോമിനെ പറയുന്ന പേരാണ് സാവൻ സിൻഡ്രോം. അത് ഈ ഓട്ടിസ്റ്റിക് കുട്ടികളാണ്, പക്ഷെ ചില ആക്ടിവിറ്റീസിൽ അവർ ഹൈലി സ്കിൽഡ് ആയിരിക്കും. അത് അവരമ്മമാർ ആരും പഠിപ്പിച്ചു കൊടുത്തൊന്നും ആവണമെന്നില്ല. അത് അവനെ എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളത്. അങ്ങനെ ആ ഒരു സംഭവം, ഒരു സാവൻ സിൻഡ്രോം, ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേൾക്കുമ്പോ കേട്ടോ. പിന്നെ അങ്ങനെയുള്ള കുട്ടികളില് അവർക്കിപ്പോ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ലാംഗ്വേജിനും എല്ലാം പ്രോബ്ലം ആണെന്ന് പറഞ്ഞല്ലോ, അണ്ടർസ്റ്റാൻഡിങ്ങിനും എല്ലാം പ്രശ്നം വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിക്കുക? അതിന്റെ റീസൺ മെക്കാനിസം അറിയില്ല. അവർക്ക് പല പ്രശ്നം. ഇപ്പോ അവനത് ചെയ്യുന്നു, അവനത് പറയുന്നു, അത് മാത്രം, ആ ഒറ്റ സ്കില്ല് മാത്രം അവന് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം അവന് ബാക്കോട്ടാണ്. മനസ്സിലായോ? അതാണ് സാവൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിനൊരു എക്സാക്ട് റീസൺ ആർക്കും അറിയില്ല. അത് ആ ഒരു സ്കില്ലിൽ മാത്രം, അത് ഏത് സ്കില്ലാണെന്ന് അവൻ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ കണ്ട ഒരു പക്ഷേ പാരന്റ്സ് ഒന്ന് അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിച്ച് അത് ഒരുപാട് കയറിപ്പോവും, എക്സ്ട്രാ ഓർഡിനറി രീതിയിലേക്ക് കയറിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ? ചില മൈന്യൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ല, ഓട്ടിസ്റ്റിക് സിംറ്റംസ് എല്ലാ കുട്ടിക്കും ഉണ്ട്, എല്ലാം ഉണ്ടാവാം. ഈ പറഞ്ഞ എല്ലാം മീൻസ് നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒന്നും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ സ്പെക്ട്രം പോലെ അതായത് ഇന്ന ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വെച്ച് ആ കുട്ടിക്ക് ഓട്ടിസം ഇന്ന ലെവലിലാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു സ്കില്ലിൽ, എന്തെങ്കിലും ഒരു സ്കില്ലിൽ അവൻ ഹൈ ലെവലായിരിക്കും, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കാം. അത്രയേ ഉള്ളൂ അതില്. ഓക്കെ, അത് കണ്ടെത്തുക, അതില് അവനെ ആ ഒരു സ്കില്ലിൽ ഭയങ്കരമായിട്ട് കയറ്റി കൊണ്ടുപോകുക. അതുപോലെ തന്നെ ലൈഫ് സ്കില്ല് എന്തെങ്കിലും അവന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവന് ആ ഒരു ലൈഫ് സ്കില്ലിലെ പിന്നെ പല സോഷ്യൽ സ്കിൽ ഇതില്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരിങ്ങനെ പറഞ്ഞു കൊടുത്താലും ചെയ്തൊക്കെ കൊടുത്താലും റിപ്പീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും. പല ഓട്ടിസം കുട്ടികളൊക്കെ ചെയ്യണ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പല സെന്റേഴ്സിലും അവരിങ്ങനെ ബുക്ക്ലെറ്റുകളൊക്കെ ഉണ്ടാക്കും. ബുക്ക്ലെറ്റ് ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ആ കുട്ടികളാ ചെയ്യണേ. പെന്ന് വീഡിയോസ് കണ്ടിരുന്നു, പെന്ന് ഇങ്ങനെ അതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇത് തിരിച്ചു കൊടുക്കുക, അതൊക്കെ അവർ പഠിച്ചെടുക്കുന്നതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ. ഇത് പറഞ്ഞ പോലെ ചില മൈന്യൂട്ടായിട്ട് ചെറിയ രീതിയിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ, ലെവല് വളരെ കുറഞ്ഞ കുട്ടികളും ഉണ്ടാവാം. അപ്പൊ അവര് കുറെയൊക്കെ നമ്മുടെ സൊസൈറ്റിയായിട്ടൊക്കെ കുറെ കോപ്പപ്പ് ചെയ്ത് അങ്ങനെ പോകും. അതല്ലാത്ത കുട്ടികളെ നമ്മൾ സ്പെഷ്യൽ സ്കൂള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം. അതിനി നമുക്ക് അതിന്റെ ഡയഗ്നോസിസ്, അതിന്റെ അസസ്മെന്റ് ആ രീതിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും എങ്ങനെ പോകണം എന്നുള്ളത് കേട്ടോ. സിംറ്റത്തിൽ ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടോന്ന് അറിയാം, സ്ലൈഡ് വെച്ചിട്ടാണ് നോക്കിയത്. വേറെ അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കുട്ടികളെയാണോ? പിന്നെ നമ്മളിപ്പോ ചില കുട്ടികളെ കാണുന്നില്ല, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കയ്യും കാലും ഇങ്ങനെ അടക്കി വെക്കാണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ചില സ്റ്റുഡൻസിനെ കാണാം ഇങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കയ്യും കാലും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും, ഫുൾ ടൈം ഇങ്ങനെ ജർക്ക് ചെയ്തോണ്ടിരിക്കും. നല്ല ആക്റ്റീവ് ആയിരിക്കും ആള്, നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യും. അത് ഇതിന്റെ സിംറ്റമായിട്ട് വരുമോ? ഇതാണ് അത് ഓട്ടിസം എന്നൊന്നും ഒരിക്കലും ലേബൽ ചെയ്യാൻ പറ്റില്ല. അത് മിക്കവാറും ADHD സിംറ്റംസ് ആയിരിക്കും. ഇതിൽ തന്നെ നമുക്ക് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വേറെ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, ഇങ്ങനെയൊക്കെ പല ഡിസോർഡേഴ്സ് ഉണ്ട്. പക്ഷേ മിക്കവാറും കുട്ടികളിൽ ഇപ്പൊ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്ത അങ്ങനെയുള്ള കുറെ ADHD എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും.
ADHD കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഓട്ടിസത്തിൽ അങ്ങനെയില്ല കേട്ടോ. ഓട്ടിസം അത് ആ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആ കുട്ടിക്ക് ഓട്ടിസം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓട്ടിസം ക്രൈറ്റീരിയ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വേറെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ നോർമൽ ആയിട്ടുള്ള പഠിക്കാനും ഇതിനൊക്കെ ഉഷാറായിട്ടുള്ള ഒരു കുട്ടി ഈ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പം ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കാം. അതായിരിക്കാം ഉള്ളത് കേട്ടോ. ടീച്ചേഴ്സ് ആണ് ഇത് മിക്സ് ആയിട്ട് വരുമോ ഇത് വരും. വരുമോ ഓട്ടിസം മിക്സ് ആയിട്ട്? ഓട്ടിസം, MR, CP, പിന്നെ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, ഇതെല്ലാം മിക്സ് ആയിട്ട് വരും. അത് ഇനി നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും മിക്സ് ആയിട്ട് വരും. മിക്സ് ആണ് കൂടുതലും നമുക്ക് കാണാറുള്ളത്. ഓട്ടിസം ഉള്ള കുട്ടികളിൽ കൂടുതലും നമുക്ക് MR ഒക്കെ കമ്പൈൻ ചെയ്ത് തന്നെയാണ് കൂടുതലും വരാറ്. അല്ലാത്ത അതൊക്കെ അതുകൊണ്ട് അതാണ് നമുക്ക് അങ്ങനെ ഒരു പിക്ചർ ഓട്ടിസം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു MR ആണ് നമുക്ക് ആദ്യം മൈൻഡിലേക്ക് പോവുക. പക്ഷെ അങ്ങനെയൊന്നും അല്ലാണ്ട് ഓട്ടിസം ഒറ്റയ്ക്ക് ചെറിയ രീതിയിൽ മൈൽഡായിട്ട് വരുന്ന കുട്ടികളും ഉണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് അത് മിക്കവാറും ADHD ആവാനാണ് ചാൻസ്. ADHD അതും തന്നെ ഡയഗ്നോസ് ചെയ്യാൻ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ADHD തന്നെ ഇനറ്റൻഷൻ വരും. ഇനറ്റൻഷൻ എന്ന് പറഞ്ഞാല് കുട്ടിക്ക് ലേണിംഗിൽ ഇഷ്യൂസ്, അറ്റൻഷൻ ഒരു കൂടുതൽ നേരം കിട്ടാതെ അങ്ങനെയും വരാം. ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടും വരാം. അപ്പോ ഈ വേറെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി അടങ്ങിയിരിക്കാൻ ആ രീതിയിലേക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഈ കാല് മാത്രം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരിക്കലും നമ്മളൊരു ADHD ആയിട്ട് പറയാൻ പറ്റില്ല. അത് മേ ബി അതൊരു ഹാബിറ്റ് ആയിട്ട് വരാം, അങ്ങനെയൊക്കെ വരാം. മാം, ഈ ചില ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ ഒരേപോലെ ഉണ്ടാവുമല്ലോ. അത് അതും അതെ 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 അതൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന കേട്ടോ. അത് ഡൗൺ സിൻഡ്രോം ഒക്കെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. അത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ഉണ്ട്. അത് ഫോട്ടോ വെച്ചിട്ട് തന്നെ ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, അത് ഓട്ടിസം മാത്രമല്ല, ഓട്ടിസ്റ്റിക് സിംറ്റംസ് കുറേ ഉണ്ട്. പ്ലസ് അവർക്ക് ഡൗൺ സിൻഡ്രോം ആയിരിക്കും. ഡൗൺ സിൻഡ്രോമിലാണ് നമുക്ക് അത്രയും ഫീച്ചേഴ്സ് വരിക. കണ്ണും അല്ലെ ഒരു ഇവിടെയൊക്കെ കുറെ ഇഷ്യൂസ്. ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഒരു പക്ഷെ അതിൽ സ്ഥലത്ത് രണ്ട് ചിലര് കുട്ടീനെ പോലെ തന്നെ ഉണ്ടാവും, വേറെ ആയിരിക്കും, സ്ഥലത്ത് ചിലര് പച്ച ഡൗൺ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഈ അതെ ഡൗണിലായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഓട്ടിസം കൂടെ മിക്സഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണോ? അതെ 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 അങ്ങനെയാണ് കേട്ടോ. കാരണം ഈ ഓട്ടിസം ഡൗൺ സിൻഡ്രോത്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് ഈ ഓട്ടിസത്തിന്റെ പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. മിക്കവാറും കുറച്ച് ബാക്കാണ്, സ്ലഗ്ഗിഷ് അല്ലേ ഉണ്ടാവുക. ADHD ആയിട്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി ആ രീതിയിലേക്ക് പോവുക. ഡൗൺ സിൻഡ്രോം കുറച്ചുകൂടെ ബാക്കായി, സ്ലഗ്ഗിഷ് അങ്ങനെ വരുള്ളൂ. അത് ജനറ്റിക് അങ്ങനെ ആയി പോയില്ലേ. അപ്പം ഡൗൺ സിൻഡ്രോം ഹൈപ്പർ ആയിട്ട് കുറവാണ്, ഇല്ല. ഓക്കെ, അത് നിങ്ങൾ ഞാനത് കുറച്ചായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയായിക്കോളും കേട്ടോ. കമ്പൈൻ ചെയ്തിട്ട് മിക്സ് ആയിട്ട് നമ്മളിപ്പോ കൂടുതലും കാണുന്നത് മിക്സ് ആയിട്ട് വരുന്ന അസുഖമുള്ള കുട്ടികളെ തന്നെ ആയിരിക്കും. അവിടെ കണ്ടതും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നിങ്ങൾ പോയവർക്ക് മനസ്സിലാവും. മിക്കവാറും കുറച്ച് MR ഒക്കെ വരുന്ന കുട്ടികളായിരിക്കാം കൂടുതലുള്ളത്. ഓട്ടിസം മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. പല രീതിയിലാണ്, പല ടൈപ്പ് ഓഫ്, ഇതൊക്കെ ഓരോരോ ഇന്ന കാര്യങ്ങളുള്ള കുട്ടികൾ ഈ ഇതിലുള്ള ഡിസോർഡർ എന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം. അത് പക്ഷേ ഫുള്ള് മിക്സ്, നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഒരു ഇതായതുകൊണ്ടാണ് പിന്നെ DSM-5 അതൊരു ടോപ്പിക്കിന്റെ അണ്ടറിലേക്ക് അങ്ങോട്ട് ആക്കിയത്. ASD എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് അത് ഇപ്പോ നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത് DSM-5 അനുസരിച്ച്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ട ആളെങ്ങനെയാന്ന് അറിയാം, ഡൗൺ സിൻഡ്രോം ഉള്ള ആള് എല്ലാം ചെയ്യും, പക്ഷെ ഭയങ്കര സ്ലോ ആയിരിക്കും. ആള് ചെയ്യുന്നതിൽ വളരെ സ്ലോ ആയിട്ടാണ്. ഇപ്പൊ കുളിക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ അങ്ങനെയെല്ലാം ഭയങ്കര ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പോലെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കൊരു സ്റ്റെക്ക് വരും. പക്ഷെ ആളത് കഷ്ടപ്പെട്ട് പിന്നെ സംസാരിക്കും. പക്ഷെ കുട്ടികളെ പോലെയാണ് സംസാരിക്കുക. കുട്ടികളുടെ മൈൻഡിൽ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ എല്ലാം ചെയ്യാനും പാട്ട് പാടും, കളിക്കും, എല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഓട്ടിസം എന്നുള്ള രീതി അത് ഉണ്ടാവോ അവർക്ക്? ഇല്ലാതെ ഇരിക്കാം. ഓട്ടിസം എന്ന് പറഞ്ഞത് ഉണ്ടാവണം എന്നില്ല. ഡൗൺ സിൻഡ്രോം മാത്രം വരാം. ഇതില് നമ്മള് അങ്ങനെ ആകുമ്പോഴേക്കും അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ വരും അല്ലേ?
അതെ, അവരെ നമ്മൾ നോക്കുന്ന ഇതിനനുസരിച്ച് നമുക്ക് ഓരോ ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് ഫാമിലി സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിട്ട് ജീവിക്കാം. അവർ കുഴപ്പമില്ലാത്ത മീൻസ് ആ രീതിയിലല്ല, ഏകദേശം ഒരു നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു പോവാം. നമുക്ക് വല്ലാതെ സഹായം ഇതൊന്നും കൊടുക്കാതെ വീട്ടിൽ പണിയെടുക്കുക. ഇന്നലെ വന്നൊരു പേഷ്യന്റ്, അവര് പാട്ട് പാടി തന്നു, എനിക്ക് 1-2 പാട്ട് പാടി, പാട്ടൊക്കെ കേൾക്കുന്ന നന്നായിട്ട് പാട്ട് പാടി തന്നു. പക്ഷെ അത് ഓട്ടിസം അല്ല, ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടെങ്കിലും ഓട്ടിസം അല്ല, അതൊരു MR-ന്റെ ഒരു കോംബോ ആയിരുന്നു. പക്ഷെ ആ കുട്ടി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ ടോയ്ലറ്റിൽ പോകുമ്പോ ഉമ്മ വേണം. അതുകൊണ്ട് പല കളികളും ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് ഫാമിലി സപ്പോർട്ട് ആ രീതിയിലേക്ക് നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ അവർ നമ്മളെ സൊസൈറ്റി അനുസരിച്ച് അങ്ങനെ പോകും. ബഡ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ആ സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ കൊണ്ടുപോയി അവിടെയുള്ള കുട്ടികൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യും. അങ്ങനെ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് കുറച്ചുകൂടെ അവരുമായിട്ട് ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ അടുക്കാനും ഇതിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ ഇങ്ങനെ ട്രെയിൻ ഭയങ്കര ക്ഷമ വേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷെ അതിനൊക്കെ പരിമിതികളുണ്ട്. നമുക്ക് ക്യൂറബിൾ അല്ല ഒരിക്കലും. മാനേജ് ചെയ്യാം നമുക്ക്, അത്രേ ഉള്ളൂ. ഇത് നിങ്ങക്ക് അതാണ് ഡൗട്ട്. ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പല പോയിന്റ്സുകളും പല ഡിഗ്രീസ് ആണ്. എല്ലാം ഒന്നും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ ഈ ഐ കോണ്ടാക്ട്, ഈ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, പിന്നെ ലാംഗ്വേജിലുള്ള കുറച്ച് ഇഷ്യൂസ്, എക്സ്പ്രഷൻസ്, ഇങ്ങനത്തെ കുറച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ബാക്കിയുള്ള ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്തുന്നുള്ളൂ. അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. ഒരു കുട്ടിയിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്യണം എന്നുള്ളത് മാത്രം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതൊക്കെയാണ്. അതിന്റെ ഒരു കീ പോയിന്റ്സ് പറഞ്ഞാൽ അതൊക്കെയാണ് പറയാം. ഓക്കെ, സത്യത്തിൽ നമുക്കിത് ഭയങ്കര കൺഫ്യൂഷൻസ് വരും. ഈ MR, ഓട്ടിസം, ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടികള്. ഞങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ പോയില്ലേ, സദൻസ് പോയപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടിയത്. ആ ഒരു എവിടൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളൊരു കുറച്ചൊരു ഐഡിയ കിട്ടിയത് അതുകൊണ്ട്. അതുവരെ സാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആ തല ഇട്ടെങ്കിലും ഏതാണ് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എപ്പോഴും. അതെ അതെ. അത് നമ്മൾ കാണുന്ന കുട്ടികൾ മിക്കവാറും കോമ്പിനേഷൻസ് കുറെ ഉണ്ടാവാം. അതാണ് കൺഫ്യൂഷൻസ് വരാൻ കാരണം. മിക്കവാറും കോമ്പിനേഷൻസാ കാണാറ്. ADHD പ്ലസ് ഓട്ടിസം വരാം. ADHD കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഈ സ്ക്രീൻ ചെയ്യുന്നത്, പിന്നെ എന്താണ് അടങ്ങിയിരിക്കാത്ത, എങ്ങനെ അഗ്രഷൻ കാണിക്കും, ഇതൊക്കെ കാണുമ്പോൾ കുറെ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ അവരെ ലെവൽ ചെയ്യുമ്പോൾ ADHD ഒക്കെ അതിന്റെ കൂട്ടത്തിൽ വരും. അതുപോലെ തന്നെ പറ്റ ഡള്ളായിട്ടുള്ള കുട്ടികളുണ്ടാവും. കോമ്പിനേഷൻസ് തന്നെയാണ് കൂടുതൽ കാണാറ്. ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ സ്ലൈഡ് ഒന്നുകൂടി കാണിച്ചു തരുമോ? ഫസ്റ്റത്തെ സ്ലൈഡ്. ഓക്കെ. ഇതാണോ? അല്ല, ASDs, ഇത് ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ്, ആ ഒരു സംഭവം. ഇത് അതന്നെ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് സാറ് തരാറില്ലേ? ടോപ്പിക് വൈസ് PDF ആയിട്ട് തരില്ലേ? തന്നിട്ടുണ്ട്. ഒരു ക്ലാസ് തന്നിട്ടുണ്ടല്ലോ. ഇതിൽ എന്താ വെച്ചാല് PDF നിങ്ങൾക്ക് തരും സിലബസില്. ഇത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഞാനൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. നമുക്കത് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ഇമ്പോർട്ടന്റ്. മറ്റേ നമുക്ക് വായിച്ചാലും നിങ്ങൾക്ക് എഴുതാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം വായിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കിട്ടിയില്ലേ? സ്റ്റോപ്പ് ചെയ്യട്ടെ? കിട്ടി മാം, കിട്ടി. വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്? അടുത്ത ക്ലാസ്സിൽ കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലിയർ പഠിച്ച ആയിട്ട്. ഈ ASD ഉണ്ടല്ലോ,
ഇത് എന്താണെന്നാ മാം ഫസ്റ്റിൽ പറഞ്ഞത്, അതായത് DSM-5 ചില വ്യത്യാസങ്ങൾ വന്ന് അതിൽ നിന്ന് എടുത്തതാണെന്നോ അങ്ങനെ എന്തോ അല്ല, ഒന്നും പറഞ്ഞില്ല അതൊന്നും മാം. അതൊന്നും പറയണമെന്നില്ല, അതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. അത് ജസ്റ്റ് ഇപ്പം DSM-4 ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ നമ്മൾ ഇനി അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട. DSM-5 ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിലുള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പല ഡിസോർഡേഴ്സും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഓക്കെ, ASD ഈസ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജ് എന്താണ് ബിഹേവിയർ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നതാണ് എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. മറ്റത് നമുക്ക് ജസ്റ്റ് എന്തുകൊണ്ടാണ് ASD, ഇപ്പം നിങ്ങൾ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇനി കേൾക്കും, അപ്പൊ അതെന്താന്നുള്ളേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതില് നമ്മൾ ഏത് ഡിസീസ് ആണെങ്കിലും നമ്മൾ ഈ DSM-5 അല്ലെങ്കിൽ ICD ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൽ ഓരോ റൂളുകൾ ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ ഉണ്ടായാലേ അതിന് അത് വെച്ചിട്ട് അതിൽ പറഞ്ഞ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നമുക്ക് കുറെ സ്കോറിംഗ് സിസ്റ്റം ഒക്കെ വരും അല്ലെ. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനൊക്കെ വരുമായിരിക്കും. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോന്ന് അറിയാൻ കുറെ ടൂൾസുകൾ കിട്ടുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആകുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ടൂൾസ് ഒക്കെ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന സിംറ്റംസ് അല്ലേ നമ്മൾ ക്ലിനിക്കൽ ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നിങ്ങൾ പഠിക്കുന്ന എന്താ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോന്ന് അറിയാൻ ആ റൂൾ എന്താണ് ആ സിംറ്റം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇത്ര സ്കോർ ഇങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത്രയും സ്കോറുകൾ ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ലെവൽ 1 ഇതുണ്ട്, ലെവൽ 2 ഇതുണ്ട്. അതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നതും സ്കോറിംഗ് സിസ്റ്റം ഇതെല്ലാം ചെയ്യുന്നൊക്കെ നമുക്ക് അതിനൊരു മാനുവൽ വേണം. അങ്ങനെയുള്ള മാനുവലാണ് ഈ ICDയും DSM-5. DSM-5 എന്ന് പറയുന്ന മെന്റൽ ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷൻ, ICD എന്ന് പറഞ്ഞ എല്ലാ അസുഖത്തിന്റെയും ക്ലാസിഫിക്കേഷൻസ് ആണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലീവ് ചെയ്തോട്ടെ. എനിക്ക് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അടുത്ത പ്രാവശ്യം കൂടെ ആവുമ്പോഴത്തേന് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. കുറെ ഇപ്പൊ ഇങ്ങനെ ഒരു പുകയായിരിക്കും മൊത്തം. അടുത്തും കൂടെ ആവുമ്പോഴത്തേന് റെഡി ആയി കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പോ. ഓരോ ക്ലാസ്സിലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞു വരിക. റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ ഇതൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ എക്സാം ആണ് കഴിയണം. അപ്പോഴേ നമുക്ക് ഓഹോ ഇതൊക്കെ ആയിരുന്നല്ലേ പഠിച്ചതെന്ന് അറിയുള്ളൂ. അതുവരെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങളെ മറ്റേ ചെയ്തിട്ടുണ്ടോ? കൗൺസിലിംഗ് സൈക്കോളജി ചെയ്ത ആളുകളാണോ കുറെ പേര്? ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതിലും ഉണ്ടാവുമല്ലോ ടോപ്പിക് തന്നെയല്ലേ, ടോപ്പിക് ഓട്ടിസം. അതിലിപ്പോ ഓട്ടിസം അല്ല, ഇപ്പം വേറെ ഗ്രോത്ത് അങ്ങനെ എന്തോ. തേർഡ് പേപ്പറിൽ ഉണ്ടാവും കുറെ മെന്റൽ ഡിസീസ്. ഇതൊക്കെ നമുക്ക് വരെ എങ്ങനെയാണോ ഓട്ടിസം എസ്സേ വരുമോന്ന് അറിയില്ല. ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടാണ് കൂടുതൽ ചാൻസസ്. അപ്പോ 5 മാർക്കിന്റെ ഒക്കെ ഷോർട്ട് നോട്ട് വരുമ്പോ എഴുതാനുള്ള നമുക്ക് ഇങ്ങനെ പിന്നെ സ്ലൈഡൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വേണമല്ലോ. ജസ്റ്റ് ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് പിന്നെ അതാണ് നമ്മൾ ഈ ഫീൽഡിൽ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോഴെങ്കിലും നമുക്ക് ആ ഓർമ്മയുണ്ടാവും കുറെ കാര്യങ്ങളൊക്കെ. നമുക്ക് എഴുതി കാച്ചി എടുക്കുക. 5 മാർക്കല്ലേ. അപ്പൊ ശരി, എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത